Hi everyone, good evening. Welcome to 90 Plus Double Power Tuition, the world's first learning assurance model. My name is Monisha and I'm your chemistry tutor. Hi everyone. എല്ലാവരും ഒന്ന് വേഗം ക്യാമറ ടേൺ ഓൺ ചെയ്ത് വെച്ചേ ക്വിക്ക്. സോ എല്ലാവരും ഒന്ന് ക്യാമറ ടേൺ ഓൺ ചെയ്ത് വെക്കുക. സോ അതിന് മുന്നേ ഞാൻ 90 പ്ലസിന്റെ ഡബിൾ പവർ ട്യൂഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ഇൻ ദ 90 പ്ലസ് ഡബിൾ പവർ ട്യൂഷൻ വാട്ട് വി വിൽ ഡു ഇസ് നമ്മൾ എന്ത് ചെയ്യും, ഒരു ചാപ്റ്ററിനെ കുറെ പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും അല്ലെ. ആ ഡിവൈഡ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യും, എല്ലാവരും ഒരു ദിവസം നമ്മൾ കൺസെപ്റ്റ് പഠിക്കും അല്ലെ. കൺസെപ്റ്റ് എന്തായാലും നിർബന്ധമായിട്ട് പഠിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചാപ്റ്റേഴ്സ് നമ്മൾ മനസ്സിലാവാൻ പറ്റുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യും, യു വിൽ സ്റ്റഡി ദി കൺസെപ്റ്റ് വൺ ഡേ. ഒരു ദിവസം നമ്മൾ കൺസെപ്റ്റ് പഠിക്കും. ആ കൺസെപ്റ്റ് പഠിച്ച കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞോ പഠിച്ചോ നമ്മൾ എന്ത് ചെയ്യും, തൊട്ടടുത്ത ദിവസം നമ്മൾ എന്ത് ചെയ്യും, എൻഷുർ ചെയ്യും അല്ലെ. യു ആർ ഹാവിംഗ് എ സ്റ്റഡി അഷുറൻസ് സെഷൻ ഓർ വർക്ക്ഔട്ട് സെഷൻ അല്ലെ. നമുക്കൊരു വർക്ക്ഔട്ട് സെഷൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ ആണോ? ഇങ്ങനെയായിരിക്കും 90 പ്ലസിന്റെ ഡബിൾ പവർ ട്യൂഷൻ നമ്മൾ പോകുന്നത്. ഓക്കെ, സോ രണ്ട് പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രാവശ്യം കൺസെപ്റ്റ് പഠിക്കുന്നു, തൊട്ടടുത്ത ദിവസം പഠിച്ചു നമ്മൾ എന്ത് ചെയ്യാണ്, യു ആർ എൻഷുറിങ് ഇറ്റ് അല്ലേ. Yes, so that is about the 90 plus double power tuition. So let me first of all say that നമ്മൾ ഇന്നലെ കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു ആണോ? We had the class yesterday അല്ലേ. which is a chapter. ഏത് ചാപ്റ്റർ ആണെന്ന് പറഞ്ഞേ, ഏത് ചാപ്റ്റർ നമ്മൾ പഠിച്ചോണ്ടിരുന്നേ, ചാപ്റ്ററിന്റെ പേര് ഏതാ, ഏതാ സബ്ജക്ട്, വിച്ച് ഇസ് സബ്ജക്ട്? എല്ലാവർക്കും കെമിസ്ട്രി അല്ലേ? ടീച്ചിങ് കെമിസ്ട്രി. ഏത് അറ്റോമിക് ഫൗണ്ടേഷൻ. യെസ്, അറ്റോമിക് ഫൗണ്ടേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ദേവിക, ഫൈൻ. ഓക്കെ, അറ്റോമിക് ഫൗണ്ടേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അറ്റോമിക് ഫൗണ്ടേഷൻ ഓഫ് മാറ്റർ. ഏത് ഡേ ആണ് നമ്മൾ ഇന്നലെ പഠിച്ചേ, വിച്ച് ഇസ് എ ഡേ ദാറ്റ് വി ഹാവ് സ്റ്റഡിഡ് യെസ്റ്റർഡേ. ഏത് ഡേ പോർഷൻസ് കംപ്ലീറ്റ് ആക്കിയേ? ഓൾമോസ്റ്റ് നമ്മൾ ചാപ്റ്റർ ഏകദേശം ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ലാസ്റ്റ് പോർഷൻസ് ഉണ്ട് അല്ലെ, അത് നമ്മൾ ഡേ 3 കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും. ഡേ 1 കഴിഞ്ഞോ, ഡേ 2 കഴിഞ്ഞു അല്ലെ. മോർ ദാൻ ഹാഫ് ഓഫ് ദി ചാപ്റ്റർ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റഡ് ആയി. സോ ഇന്നലെ പഠിച്ച കാര്യങ്ങളും ഡേ 1 കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ടാണോ വന്നിരിക്കുന്നത്? ഇന്നലെ ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഐ ഹാവ് സെഡ് ദാറ്റ് യു ഷുഡ് റിവൈസ് ദ തിങ്സ് ദാറ്റ് വി ഹാവ് സ്റ്റഡീഡ് അല്ലെ. ഇന്നലത്തെ കാര്യങ്ങളും റിവൈസ് ചെയ്യണം. അതേപോലെ ഡേ 1 പഠിച്ച എല്ലാം ഒരു കണ്ടിന്യൂവേഷൻ ആണ്. സോ യു റിവൈസ്ഡ് എവ്രി വൺ? എല്ലാവരും ഫുൾ സൈലന്റ് ആണല്ലോ, എന്ത് പറ്റി? മഴയൊക്കെ ആയതുകൊണ്ടാണോ? എല്ലാവർക്കും ത്രോട്ട് പെയിൻ ആണോ? ആരും ഒരു റിപ്ലൈയും ഇല്ല. ഓക്കെ, നോഹൻ turn on your camera. നോഹൻ, ആലാപ് turn on your camera. നാഥ turn on your camera. കാശിനാഥ്, ധ്യാൻ, ആരുഷ് എല്ലാവരും വേഗം ക്യാമറ ടേൺ ഓൺ ചെയ്ത് വെച്ചേ. ഓക്കെ, യെസ്, ഓക്കെ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാന്ന് ഓർമ്മയുണ്ടാ? ബുക്കൊക്കെ നോക്കിയല്ലോ. യെസ്, ഓക്കെ, ഫൈൻ. സോ ഗൗരി ലക്ഷ്മി, ഇന്നലെ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഗൗരി? വാട്ട് ഹാവ് യു സ്റ്റഡീഡ്? റേഞ്ച് പ്രോബ്ലം ആണോ? ധ്യാൻ, ഓക്കെ, ഫൈൻ. എല്ലാ ക്ലാസ്സിലും റേഞ്ച് പ്രോബ്ലം പറയരുത് കേട്ടാ, പറയൂ. കോവാലന്റ് ബോണ്ട്. വി സ്റ്റഡീഡ് അബൌട്ട് ഡിഫറെന്റ് ബോണ്ട് ഫോർമേഷൻ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. കോവാലന്റ് ബോണ്ട് നോക്കി. എപ്പോഴാണ് കോവാലന്റ് ബോണ്ട് ഫോം ആവുക, എങ്ങനെയാ ഫോം ആവുന്നേ? ഹൗ ഇറ്റ് ഇസ് ഫോംഡ്? More electrons to another atom. When you are sharing the electrons, a covalent bond is formed അല്ലേ. ഓക്കെ, വർഷ. കോവലന്റ് ബോണ്ട് അല്ലാതെ വേറൊരു ബോണ്ട് കൂടി ഉണ്ടായിരുന്നു അല്ലേ, അത് ഏത് ബോണ്ട് ആയിരുന്നു? Ionic bond. Ionic bond. Natha, ionic, what is an ionic bond, Natha? Yes, ma'am. What is an ionic bond? Transfer the electron to another atom. The bond which is formed by the transfer of electrons അല്ലേ. The bond which is formed by, ഇന്നെല്ലാവരും ഇപ്പൊ പഠിച്ചിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ശിവനന്ദന. യെസ്, ശിവനന്ദന. പിന്നെന്താ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഇന്നലെ? വാലൻസി നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ? വാലൻസി. എന്താണ് വാലൻസി? വാട്ട് ഇസ് വാലൻസി? Valency, the number of electrons donated in the number of electrons donated or shared during a chemical reaction. ഡ്യൂറിങ് ആ കെമിക്കൽ റിയാക്ഷൻ അല്ലെ. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് എത്ര ഇലക്ട്രോൺസ് ഷെയർ ആയി, എത്ര ഇലക്ട്രോൺസ് ഷെയർ ആവുന്നുണ്ട് എന്നൊക്കെ നോക്കുന്നുണ്ടാ അല്ലെ. എത്ര ഇലക്ട്രോൺസ് ആണ് കൊടുക്കുന്നത്, എത്ര ഇലക്ട്രോൺസ് ആണ് ഷെയർ ആക്കുന്നത്, എത്ര ഇലക്ട്രോൺസ് ആണ് വാങ്ങുന്നത് അല്ലെ. ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് പറയാൻ പറ്റുക, what you can say, കെമിക്കൽ റിയാക്ഷൻ അവിടെ എന്താണ്, ഏത് ടൈപ്പ് ഓഫ് ബോണ്ട് ആണ് ഫോം ആക്കാൻ പറ്റുന്നതെന്ന് വാലൻസി നോക്കിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഡിസൈഡ് ചെയ്യുക. സോ ബൈ ദ വേ, എന്റെ വോയിസ് ക്ലിയർ ആണോ എല്ലാവർക്കും? വീഡിയോ ക്ലിയർ ആണോ? യെസ്, ഓക്കെ, ഫൈൻ. യെസ്, എല്ലാവർക്കും വീഡിയോയും എല്ലാം ക്ലിയർ അല്ലേ, പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, ഫൈൻ. ഓക്കെ, സോ എല്ലാവരും ഇന്നലത്തെ MCQ ടെസ്റ്റിൽ നല്ല മാർക്ക് വാങ്ങിച്ചു. ഓൾമോസ്റ്റ് എവ്രി വൺ ഹാവ് സ്കോർഡ് ഫുൾ മാർക്സ്. സോ യെസ്, സുഖമാണ് എല്ലാവർക്കും ബൈ ദ വേ.
സുഖമാണോ? എന്ത് ചെയ്യുന്നത്? സാറ്റർഡേ ആയിരുന്നില്ലേ? ആ, ഹൗ വാസ് യുവർ ഡേ എവ്രി വൺ? എന്ത് ചെയ്തു? മഴയുണ്ടോ എല്ലാവിടെയും? ഇസ് ഉണ്ട് ഇറ്റ് റെയിനിങ്? മാം. മാം. ഉണ്ട്. യെസ് പറയൂ. ഓക്കെ. എല്ലാവിടെയും മഴയൊക്കെ ഉണ്ട്. ഓക്കെ. എല്ലാരും സേഫ് ആണോ? വെള്ളമൊക്കെ നല്ല പോലെ കേറിയിട്ടുണ്ടോ പ്ലേസസിൽ? പ്ലേസ് ലൈക്ക് ദാറ്റ്? ഇല്ല മാം. ഇല്ല. വേറെ ആരുടെ ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയാ? ബാക്കിയുള്ളവർ ഔട്ട്സൈഡ് കേരളയാണോ? ട്രൈയിങ് ടു ബി ഗുഡോ? ഫൈൻ. മൺഡേ ക്ലാസ് അല്ലേ? നാളെ സൺഡേ, മറ്റന്നാൾ ക്ലാസ് ഉണ്ട് അല്ലേ? ഒരു ഡേ ലീവ് ഉണ്ട്. യെസ്, ഓക്കെ ഫൈൻ. സോ ക്യാൻ വി സ്റ്റാർട്ട് അവർ ക്ലാസ് ക്വിക്ലി? സോ ഫസ്റ്റ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഡേ 2 വർക്ക്ഔട്ട് സെഷൻ ആയിരിക്കും ഉണ്ടാവുക. സോ ഫസ്റ്റ് നമ്മൾ ഇന്നലെ എന്ത് ചെയ്യും? ഇന്നലെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം റീകോൾ ചെയ്യും. ഓക്കെ, അതിനുശേഷം വി വിൽ മൂവ് ഓൺ വിത്ത് വർക്ക്ഔട്ട് സെഷൻ. വർക്ക്ഔട്ട് സെഷനിൽ ഞാൻ എന്ത് ചെയ്യും? ഐ ബി ഷോയിങ് യു ദ ക്വസ്റ്റ്യൻസ്. എല്ലാവരും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ട്രൈ ചെയ്യണം. എനി ഹൗ യു ഹാവ് ട്രൈ അല്ല, എനി ഹൗ യു ഹാവ് ട്രൈ ദി ആൻസേഴ്സ് ഓവർ ദർ. ഓക്കെ, നോട്ട്ബുക്കിൽ ആൻസേഴ്സ് എഴുതണം. ഓൺ ദ സെയിം ടൈം ഞാൻ എന്തും ചെയ്യും, എല്ലാവരോടും ഞാൻ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചിട്ടും വരും കേട്ടോ. ഓക്കെ ആണോ? എനി ഡൗട്ട്? നമുക്ക് എന്തുണ്ടാവില്ല, MCQ ടെസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താ, നമ്മൾ ഫുൾ ക്വസ്റ്റ്യൻസ് അല്ലേ ഡിസ്കസ് ചെയ്യുന്നത്. എനി ഡൗട്ട്, എനി കൺസേൺസ് ഉണ്ടെങ്കിൽ ഒന്ന് വേഗം ചോദിച്ചു നമുക്ക് ക്ലാസ് തുടങ്ങാം. ക്വസ്റ്റ്യൻസ് എഴുതണ്ടല്ലോ. ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഇതിപ്പോ വേണ്ടെങ്കിൽ എഴുതണ്ട. ഇറ്റ്സ് അപ് ടു യു. വൺ വേർഡിന്റെ എഴുതാം. വൺ വേർഡ് ഇല്ല. ഓക്കെ, വൺ വേർഡ് ഇല്ല. ഓക്കെ ഫൈൻ. യെസ്, അങ്ങനെയാണെങ്കിൽ ഐ ഷെയർ ദ സ്ക്രീൻ നൗ. ഇനി എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയോ? ഹാൻഡ് റേസ് ചെയ്ത് വെക്കണം കേട്ടോ. ഹാൻഡ് റേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അൺമ്യൂട്ട് ചെയ്യിപ്പിക്കാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് വെക്കുക. അപ്പൊ ഞാൻ നോക്കും. ഡൺ, ഓൾ സെറ്റ്. ക്യാൻ വി സ്റ്റാർട്ട് ദ ക്ലാസ് ദെൻ? എന്ത് ചെയ്യാം, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. യെസ്, ഓക്കെ. എല്ലാവർക്കും സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണാത്ത ആരെങ്കിലും? എനിബഡി ഹു കനോട്ട് സീ ദ സ്ക്രീൻ? എല്ലാവർക്കും സ്ക്രീൻ കാണുന്നില്ലേ? ഒന്ന് പറഞ്ഞേ. ഐദർ യു കൻ ജസ്റ്റ് നോട്ട് യുവർ ഹെഡ് ഓവർ ദർ, അല്ലെങ്കിൽ എന്ത് ചെയ്യാ, അന്ന് ചാറ്റ് ബോക്സിൽ ഇടുക. ആണോ? എല്ലാരും ഇത് ഇത്ര സൈലന്റ്? വൈ, വാട്ട് ഹാപ്പൻഡ്? ഞാൻ ഇതിന് മുന്നേ ക്ലാസ് എടുത്തിട്ടില്ലേ? എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? യെസ്, ഓക്കെ. ഓക്കെ ഫൈൻ ഫൈൻ. യെസ്, ഓക്കെ. സോ ഡേ 2 നമ്മൾ ഇന്നലെ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു? വി വർ സ്റ്റഡിങ് അബൌട്ട് എങ്ങനെയാണ് ഒരു ബോണ്ട് ഫോം ആവേണ്ടത് അല്ലെ? ഒരു ബോണ്ട് ഫോർമേഷൻ എങ്ങനെ നടക്കും ഒക്കെ നമ്മൾ ഇന്നലെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നേ? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ? എങ്ങനെയാണ് ഈ ആറ്റംസ് ഒക്കെ കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ആവുന്നത്? മോളിക്യൂൾസ് ഫോം ആവുന്നത് അല്ലെ? വാട്ട് ഇസ് എ മോളിക്യൂൾ? വെൻ ആറ്റംസ് കമ്പൈൻ ടുഗദർ യു ആർ ഗെറ്റിംഗ് എ മോളിക്യൂൾ അല്ലെ? ആറ്റംസ് ഒരുമിച്ച് കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? യു ആർ ഗെറ്റിംഗ് എ മോളിക്യൂൾ. ഞാൻ ഇന്നലെ മോളിക്യൂൾ ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ അല്ലേ? ദിസ് ഈസ് എൻ ആറ്റം. ഇത് ഒരു ആറ്റം ആണ്. അങ്ങനെ കുറെ ഡിഫറെന്റ് ആറ്റംസ് ജോയിൻ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? യു ആർ ഗെറ്റിംഗ് ആ മോളിക്യൂൾ ഫോംഡ് ഓവർ ഹിയർ അല്ലെ? ഒരു മോളിക്യൂൾസ് കിട്ടും അല്ലെ? എങ്ങനെയാണ് ഒരു മോളിക്യൂൾ എന്ത് ചെയ്യുന്നേ, കിട്ടുന്നേ? ഇത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഓരോ ബോൾസ് എന്താണ്? എല്ലാം ആറ്റംസ് ആണ്. അപ്പൊ ആറ്റത്തിന്റെ ഇടയ്ക്ക് എന്തുണ്ടാവും? യു ആർ ഹാവിംഗ് എ ബോണ്ട്. ആ ബോണ്ട് രണ്ട് ടൈപ്പ് ആവാം. ഇറ്റ് ക്യാൻ ഐദർ ബി കോവലന്റ് ബോണ്ട് ഓർ ഇറ്റ് ക്യാൻ ബി അയോണിക് ബോണ്ട്. എന്താണ് കോവലന്റ് ബോണ്ട് എന്ന് വെച്ചാൽ? നമ്മൾക്കുള്ള സാധനം നമ്മൾക്കുള്ള പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കാര്യം ഷെയർ ചെയ്യണം അല്ലെ? എക്സാമിന് ഷെയർ ചെയ്യാൻ പറ്റില്ല. എക്സാം അല്ലാത്ത നോർമൽ ക്ലാസ് ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലൈക്ക് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഒരു പെന്നേ ഉള്ളൂ, രണ്ടുപേരും കൂടി ഒരു പെന്നേ ഉള്ളൂ. സോ ഞാൻ എഴുതുന്നു, അതിനുശേഷം വേറെ ആൾക്ക് കൊടുക്കുന്നു അല്ലെ? തൊട്ടടുത്ത ആർക്കാണോ പെണ്ണില്ലാത്ത അയാൾക്ക് കൊടുക്കുന്നു. അയാൾ എഴുതി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തരും. സോ അങ്ങനെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ എന്ത് ചെയ്യാണ്? ഷെയർ ചെയ്തിട്ട് നമ്മൾ എങ്ങനെ ആ പീരീഡ് കഴിക്കുകയാണ് അല്ലെ? സോ അങ്ങനെ ഷെയർ ചെയ്യാണ്. സോ ഷെയർ ചെയ്യുമ്പോൾ എനിക്കും ഉണ്ടാവും. ഞാനും ഇഫ് ഐ എം ഷെയറിംഗ് ഇറ്റ് വിത്ത് വർഷയ്ക്കും ആ സാധനം ഈക്വലി കിട്ടും. അതേപോലെ ഐ വിൽ ഓൾസോ ബി ഗെറ്റിംഗ് അല്ലെ? രണ്ടാൾക്കാർക്കും ഈക്വലി അത് കിട്ടുന്നുണ്ട് അല്ലെ? അതുപോലെയാണ് ഇലക്ട്രോൺസും. ഇഫ് ഐ എം ഗിവിംഗ് ആൻ ഇലക്ട്രോൺ, ഞാനൊരു ഇലക്ട്രോൺ ആൾക്ക് കൊടുക്കുകയാണ്. ഇഫ് ഐ എം ഗിവിംഗ് ടു ഗൗരിലക്ഷ്മി, ആ ഇലക്ട്രോൺ എനിക്കും, ഐ എം ഓൾസോ എ പാർട്ട് ഓഫ് ദാറ്റ് ഇലക്ട്രോൺ അല്ലെ? ആ ഇലക്ട്രോൺസ് എനിക്കും കൂടി ഉള്ളതാണ്, അതേപോലെ ഗൗരിലക്ഷ്മിക്ക് ഉള്ളതാണ്. അങ്ങനെയാണ് എന്ത് ചെയ്യുക? ഷെയറിങ് നടക്കുന്നത് അല്ലെ? അല്ലാണ്ട് ഫുൾ ആയിട്ട് കൊടുക്കുകയല്ല. എനിക്കും അതിലെന്തുണ്ട്? അതിൽ എനിക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. അതേപോലെ ആരാണോ വാങ്ങുന്നത് അയാൾക്കും എന്തുണ്ട്? അതിലുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ? രണ്ടുപേർക്കും ഈക്വലി അതുള്ളതാണ് അല്ലെ? അങ്ങനെയാണ് ഷെയറിങ് ചെയ്യുക. സോ ഒരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ അയാൾക്കും കിട്ടും, എനിക്കും കിട്ടും. സോ അങ്ങനെയാണ് ഷെയറിങ്. സോ അങ്ങനെ ഷെയറിങ്ങിലൂടെ ഫോം ആവുന്ന ബോണ്ടാണ് കോവലന്റ് ബോണ്ട് അല്ലെ? ഈറ്റിംഗ് ദ ഫുഡ് യു വിൽ ഷെയർ ദ കറി. നമ്മൾ ഫുള്ള് കറി കൊടുക്കുകയല്ല അല്ലെ? അത് മൊത്തത്തിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാണ് അല്ലെ? അവിടെ നമ്മൾ ഇപ്പൊ കറി ഷെയർ ചെയ്യാറില്ലേ? യൂസ് ടു ഷെയർ ദ ഫുഡ് അല്ലെ? ഫുഡ് ഷെയറിംഗ് അലൗഡ് അല്ലാത്ത എനിബഡി? അങ്ങനെ സ്കൂൾ ഉണ്ടോ? ചില സ്കൂൾസിൽ ഫുഡ് ഷെയറിംഗ് അലൗഡ് അല്ല. വെൻ ഐ വാസ് സ്റ്റഡിങ് ഫുഡ് ഷെയറിംഗ് വാസ് നോട്ട് അലൗഡ്. ഇല്ല, ഫുഡ് ഷെയറിംഗ് അലൗഡ് ആണ്. ഓക്കെ ഫൈൻ ഫൈൻ. സോ എന്ത് ചെയ്യാ? യെസ്, അലൗഡ് ആണ് അല്ലെ? സോ എന്ത് ചെയ്യാണ് നമ്മൾ അവിടെ?
സി നമ്മൾ അവിടെ ഷെയർ ചെയ്യാണ്. സി ഇഫ് യു ആർ ബ്രിങ്ങിങ് സംതിങ്, നമ്മളൊരു സാധനം കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മളും യൂസ് ചെയ്യും, അറ്റ് ദ സെയിം ടൈം നമ്മൾ മറ്റൊരാൾക്കും കൊടുക്കുകയാണ്, ഷെയർ ചെയ്യാണ്. സോ അങ്ങനെ ഒരു ഷെയറിംഗ് ഉള്ള സമയത്താണ് കോവാലന്റ് ബോണ്ട് വരുന്നത്. കോവാലന്റ് ബോണ്ട് വരുന്നത്. സോ എങ്ങനെയായിരിക്കും അയോണിക് ബോണ്ട് വരിക? അയോണിക് ബോണ്ട് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അയോണിക് ബോണ്ട്. അതായത് എന്റെ കയ്യിൽ 2 പെൻസിൽ ഉണ്ട്, ഒരാൾ പെൻസിൽ കൊണ്ടുവന്നിട്ടില്ല, മാത്സ് പീരീഡ് വരയ്ക്കണം, പക്ഷെ പെൻസിൽ കൊണ്ടുവന്നിട്ടില്ല. സോ ഞാൻ എന്ത് ചെയ്യും, ഐ ബി ഗിവിംഗ് ടു അതേഴ്സ് അല്ലെ. നമ്മൾ എന്ത് ചെയ്യും, എന്റെ കയ്യിലുള്ള ഒരു പെൻസിൽ ഞാൻ മറ്റൊരാൾക്ക് ആരാണോ കൊണ്ടുവരാത്ത അയാൾക്ക് കൊടുക്കും അല്ലെ. സോ ഒരാൾക്ക് ഞാൻ കൊടുക്കുകയാണ്. സി ആ പെൻസിൽ പോയിട്ട് ഞാൻ പിന്നെ ഐ എം ഹാവിംഗ് എ പെൻസിൽ ആൻഡ് ഐ ഹാവ് ഗിവൺ ടു കാശിനാഥ്. കാശിനാഥിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ പെൻസിൽ തിരിച്ചെടുത്ത് എനിക്ക് എഴുതാൻ പറ്റുമോ? ഇല്ല. എന്റെ കയ്യിൽ 2 ഉള്ളത് കൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത് അല്ലെ, എക്സ്ട്രാ ഒന്ന് എന്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോഴാണ് എന്ത് ബോണ്ട് ഫോം ആവുക? അയോണിക് ബോണ്ട് ഫോം ആവുന്നത്. മനസ്സിലായോ? എന്റെ കയ്യിൽ ഓൾറെഡി എക്സ്ട്രാ കിടക്കുകയാണ്, മനസ്സിലായോ? അപ്പോഴാണ് ഞാൻ കൊടുക്കുന്നത്. സോ കൊടുക്കുന്നത്. സി അതേപോലെ കാശിനാഥിന്റെ കയ്യിൽ എന്തില്ല, പെൻസിൽ ഇല്ല, അതുകൊണ്ടാണ് വാങ്ങുന്നത് അല്ലെ. ഒന്നില്ലെങ്കിൽ ഇലക്ട്രോൺസ് ഫുള്ളായി കൊടുക്കണം, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് തന്നെ വാങ്ങണം. അങ്ങനെ കൊടുക്കുക വാങ്ങുക, ഒരു സാധനം കൊടുക്കുന്നു, ഒരു സാധനം വാങ്ങുന്നു അല്ലെ. അപ്പോഴാണ് അയോണിക് ബോണ്ട് ഫോം ആവുക. മനസ്സിലായോ? സി ഇഫ് യു ആർ ഗോയിങ് ടു ദ ഷോപ്പ്, നമ്മൾ എന്ത് കൊടുക്കുന്നു? പൈസ കൊടുക്കുന്നു, അപ്പൊ നമ്മൾ സാധനം വാങ്ങുന്നു അല്ലെ. ഗിവ് ആൻഡ് ടേക്ക് പോളിസി. സി അതേപോലെയാണ് അയോണിക് ബോണ്ട്. ഗിവ് ആൻഡ് ടേക്ക് പോളിസിയിലൂടെയാണ് നമുക്ക് എന്ത് ഫോം ആവുക? അയോണിക് ബോണ്ട് കിട്ടുക. അയോണിക് ബോണ്ട് എങ്ങനെ കിട്ടുക? ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി ഉണ്ടാവും. ഒരാൾ ഒരു സാധനം കൊടുക്കുമ്പോൾ മറ്റൊന്ന് നമ്മൾ വാങ്ങും. ബാർട്ടർ സിസ്റ്റം പോലെ യു ഹാവ് സ്റ്റഡിഡ് ഇൻ സോഷ്യൽ സയൻസ് അല്ലെ. ബാർട്ടർ സിസ്റ്റം ഇൻ ദി ഓൾഡൻ ഡേയ്സ് യു ആർ ഹാവിംഗ് വാട്ട്? നമുക്ക് എന്തുണ്ട്? ബാർട്ടർ സിസ്റ്റം ഉണ്ട്. സോ ആ ബാർട്ടർ സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ എന്ത് ഫോം ആവുന്നത്? ബോണ്ട് ഫോർമേഷൻ നടക്കുന്നത്. സോ അങ്ങനെയുള്ള ബോണ്ട് ഫോർമേഷനിലൂടെയാണ് നമുക്ക് എന്ത് കിട്ടുക? അയോണിക് ബോണ്ട് കിട്ടുക. മനസ്സിലായോ? ഷെയറിംഗ് ആണെങ്കിൽ കോവാലന്റ് ബോണ്ട്, കൊടുക്കുകയാണ് എടുക്കുക, ഒരാൾക്ക് കൊടുക്കുന്നു മറ്റൊരാൾ എടുക്കുന്നു, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ബോണ്ട് ഫോം ആവും? അയോണിക് ബോണ്ട് ഫോം ആവും അല്ലെ. സോ ഹൈഡ്രജൻ ആറ്റത്തിൽ ഒരു ആറ്റം വരയ്ക്കണം. ഒരു ആറ്റം വരച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം? ഇലക്ട്രോൺസ് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാട്ട് ഇസ് ഹാപ്പനിങ് ഓവർ ഹിയർ. സി എന്തിനായി കോവലന്റ് ബോണ്ട് ഫോം ആവുന്നത്? എന്തിനായി അയോണിക് ബോണ്ട് ഫോം ആവുന്നത്? ആവശ്യമില്ലാതെയാണോ ഫോം ആവുക? ആണോ? ആവശ്യമില്ലാതെയാണോ നമ്മൾ കടയിൽ പോയി ഒരു സാധനം വാങ്ങുക? ആണോ? അങ്ങനെ നമ്മൾ പോയി വാങ്ങില്ലല്ലോ, വീട്ടിൽ ഉണ്ടാതിരിക്കില്ലേ അല്ലേ. സോ അത് ആവശ്യമുണ്ട് അല്ലെ. ദർ ഇസ് എ നീഡ് ഫോർ ദാറ്റ്. സിമിലർലി ഒരു ആറ്റം ഇലക്ട്രോൺസ് കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇലക്ട്രോൺസ് വാങ്ങണമെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു ആറ്റത്തിന്റെ ഒരു ആവശ്യം വേണം. ദർ ഇസ് എ നീഡ് ഫോർ ദി ആറ്റം. എന്താണ് ആറ്റത്തിന്റെ നീഡ്? ടു അറ്റൈൻ സ്റ്റെബിലിറ്റി. എന്ത് അറ്റൈൻ ചെയ്യാൻ? സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? ഒന്നല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നത്, കൊടുക്കുന്നത്, അല്ലെങ്കിൽ വാങ്ങുന്നത്. ഓക്കെ, ഷെയറിങ്, ഗിവിംഗ് ഓർ accepting. മനസ്സിലായോ? 3 ടേം. ഷെയർ ചെയ്യും അല്ലെങ്കിൽ കൊടുക്കും, they'll give the electron or they will accept the electrons. മനസ്സിലായോ? ഈ 3 രീതിയിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നത്. സോ ഗിവിംഗ് ഇലക്ട്രോൺസും ടേക്കിംഗ് ഇലക്ട്രോൺസ് ആണെങ്കിൽ അയോണിക് ബോണ്ട് ഫോം ആവും, ഷെയറിംഗ് ആണെങ്കിൽ കോവാലന്റ് ബോണ്ട് ഫോം ആവും. സോ ടു അറ്റൈൻ സ്റ്റെബിലിറ്റി there is 2 types, 2 വേസിലൂടെ, കോവാലന്റ് ബോണ്ട് അല്ലെങ്കിൽ അയോണിക് ബോണ്ടിലൂടെ അവർ എന്ത് ചെയ്യും? സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യും. ഹൈഡ്രജൻ ആറ്റംസ് ആണെങ്കിൽ എന്ത് ചെയ്യും? അവരുടെ കയ്യിലുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? മറ്റൊരു ഹൈഡ്രജനുമായിട്ട് എന്ത് ചെയ്യും? ഷെയർ ചെയ്യാണ് അല്ലെ. സോ ഷെയറിംഗ് നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക. കണ്ടോ? ഷെയറിംഗ്, അതായത് ഈ ഹൈഡ്രജൻ, this is first hydrogen, this is second hydrogen. So ഈ ഫസ്റ്റ് ഹൈഡ്രജന്റെ ഇലക്ട്രോൺസ് ഇതാണെന്ന് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ഏത് വേണമെങ്കിലും ആവാട്ടോ. 1 ആണെങ്കിൽ ഈ ഇലക്ട്രോൺസ് എന്തിനാ? ഫസ്റ്റ് ഹൈഡ്രജനും സെക്കൻഡ് ഹൈഡ്രജനും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. സെക്കൻഡ് ഹൈഡ്രജന്റെ ഇലക്ട്രോൺസ് ഇതാണ്. This is the second hydrogen electrons. So ഈ ഇലക്ട്രോൺസ് ഫസ്റ്റ് ഹൈഡ്രജനും സെക്കൻഡ് ഹൈഡ്രജനും ഉണ്ട്. സോ ഇങ്ങനെയായിരിക്കും നമ്മൾ എന്ത് ഫോം ആവണ്ടേ? ഒരു ബോണ്ട്, ഒരു ഹൈഡ്രജൻ മോളിക്യൂൾസിന്റെ ബോണ്ട് ഫോം ആക്കണ്ടേ. സിമിലർലി ക്ലോറിൻ ആണെങ്കിൽ നോക്കിക്കേ. സി ഫസ്റ്റ് ക്ലോറിൻ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? യു ആർ ഹാവിംഗ് 7 ഇലക്ട്രോൺസ് അല്ലെ. എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവുക? യു ആർ ഹാവിംഗ് yes, we are having 7 electrons in the outermost shell. Outermost shell 7 electrons ആണ് ക്ലോറിനുള്ള. outermost shell ആണ് ഈ ഷെൽ അല്ലെ. ഈ outermost shellലുള്ള ഇലക്ട്രോൺസ് നമ്മൾ എന്തും പറയും? they are also called as valence electrons. എന്തും പറയും? valence electrons എന്നും പറയും. so what is valence electrons? outermost shellൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? അതിനെയാണ് നമ്മൾ valence electrons എന്ന് പറയാ. മനസ്സിലായോ? understood? yeah, ഓക്കെ. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടാ. ഓക്കെ, സോ നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേട്ടോളൂ. സോ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺസ് ആണ് വാലൻസ് ഇലക്ട്രോൺസ്. ആ വാലൻസ് ഇലക്ട്രോൺസിലാണ് നമ്മൾ എല്ലാ പരിപാടികളും ചെയ്യുന്നത് അല്ലേ. ഇപ്പൊ നമ്മളുടെ കയ്യിൽ കുറെ പൈസ ഉണ്ട്, നമ്മൾ സേവിങ്സ് ആയിട്ട് എടുത്ത് വെച്ച പൈസ നമ്മൾ പോയി എടുക്കില്ലല്ലോ അല്ലേ. നമ്മൾ യൂസിന് വേണ്ടിട്ട് എടുത്ത പൈസ വെച്ചിട്ട് നമ്മൾ എല്ലാം വാങ്ങുകയൊക്കെ ചെയ്യുന്നത്. സിമിലർലി ഹിയർ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺസ് ആണ് വാലൻസ് ഇലക്ട്രോൺസ്. സോ അവിടെ 7 ഇലക്ട്രോൺസ് ഉണ്ട്.
ഈ 7 ഇലക്ട്രോൺസ് സ്റ്റേബിൾ ആവാൻ എന്ത് വേണം? ദേ വോണ്ട് 1 more ഇലക്ട്രോൺ അല്ലെ, ഒരു ഇലക്ട്രോൺസ് കൂടെ വേണം. ഒരു ഇലക്ട്രോൺസ് കൂടെ ഉണ്ടെങ്കിൽ എന്താവുള്ളൂ? സ്റ്റേബിൾ ആവുള്ളൂ അല്ലെ. സോ എന്ത് ചെയ്യും? മറ്റൊന്നും ഇവിടെ എടുക്കാണോ ചെയ്യാ? ഇല്ല, നമുക്ക് 2 ക്ലോറിൻ ആണല്ലേ അല്ലെ. ഹൈഡ്രജൻ ആണെങ്കിൽ എന്ത് ചെയ്യാം? ഹൈഡ്രജൻ ആണെങ്കിലും അതെന്ത് ചെയ്യും? ഷെയർ ചെയ്യും അല്ലെ. രണ്ടുപേർക്കും സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യണം അല്ലെ. രണ്ടുപേർക്കും സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യും. ഇവിടെ ഷെയറിംഗ് ആണ് നടക്കുന്നത്. നെക്സ്റ്റ് ഓക്സിജൻ ആണെങ്കിൽ ഷെയർ ചെയ്യും. സോ എത്ര ഇലക്ട്രോൺസ് ഓക്സിജന്റെ കേസിൽ ഷെയർ ചെയ്യുന്നത്? ഔട്ടർ മോസ്റ്റ് ഷെല്ല് നോക്കിക്കേ, 1 2 3 4 5 6 ഇലക്ട്രോൺസ് ഇതിനുണ്ട്, 6 ഇലക്ട്രോൺസ് ഇതിനുണ്ട്. സോ ഈ രണ്ടും 6 ഇലക്ട്രോൺസ് ആണെങ്കിൽ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യണമെങ്കിൽ എത്ര ഇലക്ട്രോൺസ് വേണം? ഇതിന് 2 ഇലക്ട്രോൺസ് കൂടി വേണം, ഇതിനും 2 ഇലക്ട്രോൺസ് വേണം. 2 ഇലക്ട്രോൺസ് ആണ് രണ്ടുപേർക്കും വേണ്ടത്. രണ്ടുപേർക്കും 2 ഇലക്ട്രോൺസ് വേണമെന്ന് വെച്ചാൽ 2 ഇലക്ട്രോൺസ് വെച്ച് ഷെയർ ചെയ്യണം അല്ലെ. ഇയാൾക്കും 2 ഇലക്ട്രോൺസ് വേണം, ഇയാൾക്കും 2 ഇലക്ട്രോൺസ് വേണം. സോ ഇതിന് എന്ത് ചെയ്യണം? സെക്കൻഡ് ഓക്സിജന് 2 ഇലക്ട്രോൺസ് എടുത്താൽ മാത്രമേ സ്റ്റേബിൾ ആവുള്ളൂ അല്ലെ. രണ്ടുപേരും 2 ഇലക്ട്രോൺസ് ഷെയർ ചെയ്യും. സോ ടോട്ടൽ അവിടെ ഷെയർ എത്ര ഇലക്ട്രോൺസ് ആവും? 4 ഇലക്ട്രോൺസ് ഷെയർ ആവും. അതായത് 2 പെയർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെ. അതായത് എത്ര പെയർ ഓഫ് ഇലക്ട്രോൺസ്? 2 പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് അവിടെ ഷെയർ ആക്കുന്നത്. മനസ്സിലായോ? സോ അങ്ങനെ 2 പെയർ ഓഫ് ഇലക്ട്രോൺസ് ഷെയർ ആക്കുമ്പോൾ അവിടെ 4 ഇലക്ട്രോൺസ് വരുന്നുണ്ട്, 2 പെയർ. 2 ഇലക്ട്രോൺസ് കൂടി ചേർന്ന് നമുക്ക് എന്ത് കിട്ടും? ഇഫ് യു ഹാവിംഗ് 1 ഇലക്ട്രോൺ 1 ഇലക്ട്രോൺ, 2 ഇലക്ട്രോൺസും കൂടി ആണെങ്കിൽ യു ആർ ഗെറ്റിംഗ് ആ സിംഗിൾ ബോണ്ട്. അങ്ങനെ വേറെ ഇനിയും 2 ഇലക്ട്രോൺസ് ആണെങ്കിൽ നമുക്ക് അവിടെ ഡബിൾ ബോണ്ട് കിട്ടും അല്ലെ. ഒരു ബോണ്ട് എന്ന് വെച്ചാൽ എന്താ? 1 ബോണ്ട് മീൻസ് യു ആർ ഹാവിംഗ് 2 ഇലക്ട്രോൺ. ഒരു ബോണ്ടിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 2 ഇലക്ട്രോൺസ് ഉണ്ടാവും അല്ലേ. See the molecules of Then you did not attend this today's class. Yes, you can ask for the recorded class. Yeah, simple. Yes. Okay. പിന്നെ മോളിക്യൂൾസ് ഓഫ് എ കോമ്പൗണ്ട്. എന്താണ് മോളിക്യൂൾസ് ഓഫ് എ കോമ്പൗണ്ട്? വാട്ട് ഇസ് എ കോമ്പൗണ്ട്? 2 ഡിഫറെന്റ് ആറ്റംസ് ജോയിൻ ചെയ്ത ഫോം ആവുന്ന സാധനമാണ് കോമ്പൗണ്ട് അല്ലെ. ഒരേ ടൈപ്സ് ഓഫ് ആറ്റംസ് ആണോ? എന്താണ് കോമ്പൗണ്ട്? വാട്ട് ഇസ് എ കോമ്പൗണ്ട്? ഡിഫറെന്റ് ആറ്റംസ് ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? യു ആർ ഗെറ്റിംഗ് എ കോമ്പൗണ്ട് അല്ലെ. ആറ്റംസ് കമ്പൈൻ ചെയ്യുമ്പോൾ when atoms are combining you are getting a molecules അല്ലെ. മോളിക്യൂൾസ് സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ് ആവാം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആറ്റംസും ആവാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആറ്റംസ് ഫോം ആവുമ്പോൾ you are getting molecules of a compound. മനസ്സിലായോ? സെയിം ടൈപ്സ് ഓഫ് ആറ്റംസ് ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? മോളിക്യൂൾസ് ഓഫ് എലമെന്റ്. എലമെന്റ്സ് എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്? എലമെന്റ്സ് are made up of same types of atom അല്ലെ. സെയിം ടൈപ്സ് ഓഫ് ആറ്റംസ് കൊണ്ടാണ് എലമെന്റ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ മോളിക്യൂൾസ് ഓഫ് എലമെന്റ് മീൻസ് 2 ഓക്സിജൻ ആറ്റം കൂടി കമ്പൈൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? യു ആർ ഗെറ്റിംഗ് എ മോളിക്യൂൾ ഓഫ് വാട്ട്? എലമെന്റ്. മോളിക്യൂൾസ് ഓഫ് കോമ്പൗണ്ട് എങ്ങനെ കിട്ടുക? 2 ഓക്സിജൻ ആറ്റം 2 ഹൈഡ്രജൻ ആറ്റം ആണെങ്കിൽ യു ആർ ഗെറ്റിംഗ് മോളിക്യൂൾസ് ഓഫ് എലമെന്റ്. 2 ആറ്റംസും സെയിം ആണ്. സോ നമ്മൾ എന്താ പറയാ? മോളിക്യൂൾസ് ഓഫ് എലമെന്റ്. മോളിക്യൂൾസ് ഓഫ് കോമ്പൗണ്ട് എന്ന് വെച്ചാൽ 2 ആറ്റവും ഡിഫറെന്റ് ആയിരിക്കണം അല്ലെ. ഡിഫറെന്റ് ആറ്റംസ് കമ്പൈൻ ചെയ്യുക. HCl, NaOH, KCl, NH3, H2O, ഇതൊക്കെ എന്താണ്? മോളിക്യൂൾസ് ഓഫ് കോമ്പൗണ്ട് ആണ്. കാരണം എന്താ? ഒരേ ആറ്റംസ് അല്ല, പല 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 ഹൈഡ്രജൻ, ഓക്സിജൻ, പൊട്ടാഷ്യം, ക്ലോറിൻ, നൈട്രോജൻ, ഹൈഡ്രജൻ, ക്ലോറിൻ, സോഡിയം, ഓക്സിജൻ, ഹൈഡ്രജൻ അല്ലെ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആറ്റംസ് കമ്പൈൻ ചെയ്യുമ്പോൾ മോളിക്യൂൾസ് ഓഫ് കോമ്പൗണ്ട് കിട്ടും. അവിടെയും എന്ത് സംഭവിക്കുന്നുണ്ട്? ബോണ്ട് ഫോർമേഷൻ ടേക്സ് പ്ലേസ് ബൈ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. അതേപോലെ പിന്നെ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു? യെസ്, പിന്നെ നമ്മൾ അതിനുശേഷം നമ്മൾ പഠിച്ച കാര്യമായിരുന്നു വാലൻസി. വാട്ട് ഇസ് വാലൻസി? എത്ര ഇലക്ട്രോൺസ് ആണ്? See the number of electrons given, donated, or the number of electrons which is given, the number of electrons which is shared, or the number of electrons which is accepted. എത്ര ഇലക്ട്രോൺസ് ഷെയർ ചെയ്തു? The number of electrons shared, given or accepted during a chemical reaction അല്ലെ. എന്തിനാണ് കെമിക്കൽ റിയാക്ഷൻ? വെറുതെ ആളൊക്കെ ചെയ്യുന്നത് അല്ല. To attain stability. സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഇലക്ട്രോൺസ് ആണ് ഡൊനേറ്റ് ചെയ്തിരിക്കുന്നത്, എത്ര ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്തിട്ടുണ്ട്, എത്ര ഇലക്ട്രോൺസ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബാലൻസി കിട്ടും. ഓക്കെ, ബാലൻസി എന്ന് വെച്ചാൽ എത്രയാണ്? ബാലൻസി ലൈക്ക് 1 kilo ബാലൻസി, 2 kilo ബാലൻസി അല്ല. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. എത്ര ഇലക്ട്രോൺസ് ആണ് ബാലൻസി? 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ ഒക്കെ നമ്മൾ നോക്കുന്നത്. മനസ്സിലായോ? സോഡിയം ക്ലോറൈഡ് നമ്മൾ ഇന്നലെ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. സോഡിയം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ഉണ്ട് അല്ലെ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ഉണ്ട്. ആ 1 ഇലക്ട്രോൺസ് ആണ് നമ്മൾ ഇങ്ങനെ ഒരു ഡോട്ട് വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കാൻ അറിയില്ല എല്ലാവർക്കും? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺസ് മാത്രം റെപ്രസെന്റ് ചെയ്യാൻ അറിയില്ലേ? അറിയോ എല്ലാവർക്കും? യെസ്, ഓക്കെ. സോ അതിന് നമ്മൾ എന്താ പറയാ? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ മാത്രം റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന് എന്താ പറയാ? ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ ഡയഗ്രാം അല്ലെ. ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ ഡയഗ്രാം, ലൂയിസ് ഡയഗ്രാം പഠിച്ചിട്ടുണ്ടോ? നോ? യാല പറയും. എന്താ പറയുന്നേ?
പറയൂ. ഹലോ മിസ്. I cannot see you over there. എനിക്ക് കർട്ടനാ കാണുന്നത്. പറയൂ. മിസ്, ഈ ഔട്ടർ മോസ്റ്റത്തെ ഇലക്ട്രോൺസ് മാത്രം വരച്ചാൽ മതിയോ? അതോ ഔട്ടർ മോസ്റ്റിലെ ഇലക്ട്രോൺസ് മാത്രമാണ് ഈ സോഡിയം. നമ്മളിപ്പോ സിമ്പിൾസ് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ റൈറ്റിംഗ് ദ സിമ്പിൾസ് സോഡിയം ഔട്ടർ മോസ്റ്റിലെ മാത്രം എഴുതുക. ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ ആ ഇലക്ട്രോൺസ് മാത്രം നമ്മൾ എഴുതാം. ക്ലോറിന്റെ ഔട്ടർ മോസ്റ്റ് ക്ലോറിൻ സിഎൽ എഴുതുക. അതിനുശേഷം ഔട്ടർ മോസ്റ്റിലെ മാത്രം റെപ്രസെന്റ്. ഇങ്ങനെ എഴുതാൻ അറിയില്ലെങ്കിൽ ആറ്റംസ് വരയ്ക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇങ്ങനെ എഴുതണമെന്ന് നിർബന്ധമില്ല. ആറ്റംസ് നമുക്ക് വരച്ചിട്ടും ചെയ്യാം. ഓക്കെ, ആറ്റംസ് എന്ത് ചെയ്യുക? സോഡിയത്തിന്റെ ആറ്റം വരയ്ക്കാൻ അറിയാലോ, നമ്മൾ ഇന്നലെ വരച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? സിമിലർലി സോഡിയത്തിന്റെ ആറ്റം വരയ്ക്കുക, ക്ലോറിന്റെ വരയ്ക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ കാണിക്കുക. ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ഫോം ആവും അല്ലെ? അതിന് നമ്മൾ എന്ത് പറയും? അയോൺ ഫോർമേഷൻ എന്ന് പറയും. എന്താണ് അയോൺസ്? അയോൺസ് എന്ന് വെച്ചാൽ either be cation or anion. What is a cation? പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ഫോർമേഷൻ നടക്കുകയാണെങ്കിൽ അതിനെ cation എന്ന് പറയും. നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഫോം ആവണമെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് ആസ് ആനിയോൺ. അതിനെ എന്തും പറയും? ആനിയോൺസ് എന്ന് പറയും. പോളി അറ്റോമിക് അയോൺസ് നമുക്ക് എന്താ അറിയാം? അതായത് ഡിഫറെന്റ് ചാർജ് ഡിഫറെന്റ് ഗ്രൂപ്പ്സ് അല്ലെ? ഡിഫറെന്റ് ആറ്റംസ് പലതരത്തിലുള്ള ആറ്റംസ് ഗ്രൂപ്പ് ആയിട്ട് ഒരു നെറ്റ് ചാർജ് അതിനുണ്ടാവുകയാണെങ്കിൽ നമ്മൾ അതിനെ പോളി അറ്റോമിക് അയോൺസ് എന്ന് പറയും. ഓക്കെ, ഡൺ, സെറ്റ്, മനസ്സിലായോ? ഓക്കെ ആണോ? നമുക്ക് വർക്ക്ഔട്ട് സെഷനിലോട്ട് പോവാം. ക്യാൻ വി മൂവ് ഓൺ ടു ദി വർക്ക്ഔട്ട് സെഷൻ? എല്ലാവരും ഉണ്ടോ നോക്കട്ടെ. ആര്? രശ്മിജ, ധ്യാൻ, ആര്? നീരജ, ഫിയോന, നൂഹിൻ, ദേവിക, ഋഷികേഷ്. ഒന്ന് ക്യാമറ ടേൺ ഓൺ ചെയ്ത് വെച്ചേ. യെസ്, ഓക്കെ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻസിൽ ഞാൻ വായിക്കാനുള്ള സമയം തരാം. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻസ് ചോദിക്കും. യു വിൽ ഹാവ് ടു ഗിവ് യുവർ ആൻസേഴ്സ്. ഓക്കെ, യെസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും വായിച്ചു കഴിഞ്ഞാൽ ആൻസേഴ്സ് പറയാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞെങ്കിൽ എന്ത് ചെയ്യാവുന്ന? ഹാൻഡ് റേസ് ചെയ്യണം കേട്ടോ. യു ഹാവ് ടു റേസ് യുവർ ഹാൻഡ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വായിച്ചേ. ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ശരി, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, സോ ഫസ്റ്റ് നോക്കിക്കേ. അതായത് ഒരു ആറ്റം ഇസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. എന്താണ് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി എന്ന് വെച്ചാൽ? പോസിറ്റീവ് ഒരു ചാർജ് ഒന്നും ഇല്ല അല്ലെ? ചാർജ് ഒന്നിവിടെ ശ്രദ്ധിച്ചോട്ടോ എല്ലാവരും. ചാർജ് ഒന്നും ഇല്ലാത്തൊരു ആറ്റത്തിനാണ് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി എന്ന് പറയാം. സോ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ എന്തായാലും ക്വസ്റ്റ്യൻ വായിച്ച ശേഷം അല്ല ആസ്ക്. ഓക്കെ, സോ ആറ്റം ഇസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ ബട്ട് ഒരു മിനിറ്റ്, ഞാൻ ഒന്നുകൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാം. യെസ്, സോ ആറ്റം ഇസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ആറ്റത്തിൽ ഒരു ചാർജസ് ഒന്നും ഇല്ലാതെ ആറ്റത്തിനെ മാത്രം റെപ്രസെന്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരു ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്ന് പറയാം. ബട്ട് ഇറ്റ് ക്യാൻ ഫോം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് അയോൺസ് അല്ലെ? അത് എന്ത് ഫോം ആവാൻ പറ്റും? പോസിറ്റീവ് ചാർജും അതേപോലെ നെഗറ്റീവ് ചാർജിലെ അയോൺസ് നമുക്ക് ഫോം ആക്കാൻ പറ്റും. പോസിറ്റീവ് ചാർജിലെ അയോൺസ് നമ്മൾ എന്താ പറയാ കാശിന? വാട്ട് ഇസ് ഇറ്റ് കോൾഡ്? പോസിറ്റീവ് ചാർജ് അയോൺസ്? പ്രോട്ടോൺസ്. പ്രോട്ടോൺസ് ചാർജ് അയോൺ ആണ്. അയോൺസ് നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. യെസ് വർഷ. ശിവനന്ദ എന്താ പറയാ? അയോൺസ് ഫോർമേഷൻ കാറ്റയോൺ അല്ലെ? പോസിറ്റീവ് ചാർജ് ഉള്ളത് നമ്മൾ എന്ത് പറയും? കാറ്റയോൺ എന്ന് പറയും. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ എന്താ പറയാ? ആനിയോൺ എന്ന് പറയും അല്ലെ? സോ ഒരു ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആകുമ്പോൾ നമുക്ക് അവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അയോൺസ് ഫോർമേഷൻ നടക്കും. ഇറ്റ് ക്യാൻ either be cation or it can be anion. Explain how this is possible using the arrangement of protons and electrons. Give an example of a cation and anion. എങ്ങനെയായിരിക്കും ഇത് പോസിബിൾ ആവുക? എങ്ങനെയാണ് ഈ അയോൺ ഫോർമേഷൻ നടക്കുക? ഇൻഡയറക്ട്ലി ആ ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? വളരെ സിമ്പിൾ ആണ്. എങ്ങനെയാണ് ഈ അയോൺ ഫോർമേഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നത്? ഹൗ ആർ ദി അയോൺസ് ഫോംഡ് ഓവർ ദെയർ? എങ്ങനെയാണ് അവിടെ അയോൺ ഫോർമേഷൻ നടക്കുന്നത്? ക്യാമറ എല്ലാവരും ടേൺ ഓൺ ചെയ്തേക്കണം. ഡാലാപ്പ് ടേൺ ഓൺ ചെയ്യാ ക്യാമറ. ഓക്കെ, നീരജ
എങ്ങനെയാണ് ഈ അയോൺ ഫോർമേഷൻ നടക്കുന്നത്? കാറ്റയോൺസും ആനയോൺസും എങ്ങനെ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജ് ഒക്കെ വരുന്നത്? ഞാൻ ഇന്നത്തെ ക്ലാസ്സിനില്ലായിരുന്നു. ഇല്ലായിരുന്നു. ശരി, ഓക്കെ. റിഷോന, എപ്പോഴാണ് ഈ അയോൺസ് ഫോർമേഷൻ ഒക്കെ നടക്കുന്നത്? എപ്പോഴാണ് നടക്കുന്നത്? ഫോർ എക്സാമ്പിൾ, സോഡിയം അറ്റോമിക് നമ്പർ എത്രയാ റിഷോന? ആ പറയൂ. കറക്റ്റ് ആണ്, പറയൂ. എനിക്കൊന്നും സൗണ്ട് കേൾക്കുന്നില്ല കേട്ടാ. 11 ആണ് അല്ലെ? 11 ആണ്. സോ അവിടെ 11 ആണെങ്കിൽ നമുക്ക് എങ്ങനെയാ കിട്ടുക? ഹൗ യു ആർ ഗെറ്റിംഗ് ഓവർ ദേ? നമുക്ക് എങ്ങനെയാ നമുക്ക് വരുന്നേ? ആലാപ്പ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ക്യാമറ ടേൺ ഓൺ ചെയ്ത് വെച്ചിരിക്കും. യെസ് മിസ്. സോഡിയം അറ്റോമിക് നമ്പർ എത്രയാ? എന്തിന്റെ? സോഡിയം സോഡിയമോ? 12 ആണ്. ഇറ്റ്സ് 11. എല്ലാരും അറ്റോമിക്, ഞാൻ നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു, പഠിച്ചിട്ട് വരുന്നത്. എല്ലാരും പഠിച്ചോ അറ്റോമിക് നമ്പർ? No? Yes, 11 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാ വരിക? ഹൗ ക്യാൻ യു റൈറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? 2,8,1 ആണ്. 1 ഇലക്ട്രോൺസ് ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ. സോ സോഡിയം എന്ത് ചെയ്യും? സോഡിയം ഈ ഇലക്ട്രോൺസിനെ കൊടുക്കും. ആൻഡ് ഇറ്റ് ഇസ് ഫോമിംഗ് അയോൺസ്, പ്ലസ് അയോൺസ്. ഓക്കെ, അത് എന്ത് ഫോം ആവും? പ്ലസ് അയോൺസ് ഫോം ആവും. അറ്റ് ദ സെയിം ടൈം ഓക്സിജന്റെ കേസിൽ എങ്ങനെയായിരിക്കും വരിക? ഹൗ ഇറ്റ് ഇസ് ഹാപ്പനിങ് ഇൻ ദ കേസ് ഓഫ് ഓക്സിജൻ? ദേവിക, ഓക്സിജൻ എന്താ ചെയ്യുന്നത്? ഇലക്ട്രോൺസ് എന്താ ചെയ്യാ? വാങ്ങും അല്ലേ? എങ്ങനെയാ ബോണ്ട് എങ്ങനെയാ നടക്കുക? എങ്ങനെയായിരിക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? 2,6 ആയിരിക്കും. സോ ഔട്ടർ മോസ്റ്റ് 8 ആക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും? 2 ഇലക്ട്രോൺസ് ദേ വിൽ ബി ടേക്കിംഗ് ദ 2 ഇലക്ട്രോൺസ് അല്ലെ? 2 ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? അക്സെപ്റ്റ് ചെയ്യും. സോ അങ്ങനെ 2 ഇലക്ട്രോൺസ് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? യു ആർ ഗെറ്റിംഗ് 2- ചാർജ്. ഇങ്ങനെയാണ് പോസിറ്റീവ് ചാർജ് ഉള്ളത് നമ്മൾ എന്ത് പറയും? കാറ്റയോൺ എന്ന് പറയും അല്ലെ? അതിനെ കാറ്റയോൺ എന്ന് പറയും. നെഗറ്റീവ് ചാർജ് ഉള്ളത് നമ്മൾ എന്ത് പറയും? ആനയോൺ. ഏത് എക്സാമ്പിൾ വേണമെങ്കിലും നമ്മൾ ഈ പോളി അറ്റോമിക് അയോൺസ് ഉള്ള എക്സാമ്പിൾസ് ആണെങ്കിൽ നമുക്ക് എഴുതാം കേട്ടോ. ഇതിലുള്ള അമോണിയം ആണെങ്കിൽ എഴുതാം. ഓക്കെ, OH- ആണെങ്കിൽ എന്താണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് എഴുതാം. ഓക്കെ, ഡൺ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എല്ലാവരും ട്രൈ എഴുതാൻ ശ്രമിച്ചേ. സെക്കൻഡ് ക്വസ്റ്റ്യന് മുന്നേ ഇതൊന്ന് ചെയ്തേ. സിമ്പിൾ. യെസ്, ഇത് സിമ്പിൾ ആണ്. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റണം. നമ്മൾ ഇന്നലെ ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. വേഗം കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന് വേഗം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. യെസ്, ക്വിക്ക് എല്ലാവരും ട്ടാ. ഓക്കെ, ഗൗരി ലക്ഷ്മി. യെസ് മാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ബാക്കി എല്ലാവരും നോട്ടിൽ ബാക്കി എല്ലാവരും നോട്ടിൽ എഴുതാൻ ട്രൈ ചെയ്യാം കേട്ടോ. ആൻസേഴ്സ്. യെസ്. Formation of NaCl and H2O in the terms of valence electrons, electron transfer, sharing, ions or molecules formed type of bond. Yeah. എങ്ങനെയായിരിക്കും? സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് എന്ന് വെച്ചാൽ എങ്ങനെയാ ഫോം ആവുന്നത്? സോഡിയം എന്ത് ചാർജാ ഫോം ആവുന്നത്? കാറ്റയോൺ ആയിരിക്കും ആനയോൺ ആയിരിക്കോ? എങ്ങനെയാ? സോഡിയം നമ്മൾ നോക്കിയുള്ളൂ. ഇലക്ട്രോൺ എങ്ങനെയാ ഒരു ആറ്റം വരയ്ക്കുക? സോഡിയത്തിന്റെ ആറ്റം എങ്ങനെയാ വരയ്ക്കുക? നമ്മൾ ഇന്നലെ വരച്ചിട്ടുണ്ടായിരുന്നു. സെന്ററിൽ നമുക്ക് എന്തുണ്ടാവും? ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും അല്ലേ? ഫസ്റ്റ് ഷെൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 2 ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇന്നലെ നമ്മൾ സോഡിയത്തിന്റെ ആറ്റത്തിന്റെ സ്ട്രക്ചർ കണ്ടിരുന്നു. അടുത്ത ഷെൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? യു വിൽ ഹാവ് 8 ഇലക്ട്രോൺസ് അല്ലേ? 8 ഇലക്ട്രോൺസ് ഉണ്ടാവും. 1 2 3 4 5 6 7 8. അതിന്റെ അടുത്ത ഷെൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 1 ഇലക്ട്രോൺ ഉണ്ടാവും അല്ലേ? യെസ്. ക്ലോറിൻ ആണെങ്കിൽ എങ്ങനെയാ? ക്ലോറിൻ എങ്ങനെയാ വരിക? സ്ട്രക്ചർ, ക്ലോറിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞേ. First shell 2, second shell 8, third shell 7. First shell is 2, second shell എത്ര ഉണ്ടാവും? You will have 8. 1 2 3 4 5 6 7 8. അടുത്ത ഷെൽ എത്ര ഉണ്ടാവുക? 7. 7. ഓക്കെ, 1 2 3 4
5, 6, 7 അല്ലേ? 7 ഇലക്ട്രോൺസ് ഉണ്ടാവും. സോ നോക്കിക്കേ, സോഡിയത്തിന് എത്ര ഇലക്ട്രോൺസ് ആണ് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടേ? സോഡിയം എന്ത് ചെയ്യും? ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും? കൊടുക്കും അല്ലെ? ക്ലോറിൻ എന്ത് ചെയ്യും? അതിനെ അക്സെപ്റ്റ് ചെയ്യും അല്ലെ? സോ ഇലക്ട്രോൺസ് എന്താ അവിടെ ചെയ്യുന്നത്? വാട്ട് ഇസ് ഹാപ്പനിങ് ഓവർ ഹിയർ? ഇലക്ട്രോൺസ് എന്താ സംഭവിക്കുന്നത്? ഷെയർ ചെയ്യാണ്. എന്താ സംഭവിക്കുന്നത്? Transfer. ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെ? ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ്. ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് വെച്ചാൽ ഏത് ടൈപ്പ് ഓഫ് ബോണ്ടാ? Ionic bonds. Ionic bond. So compare the formation of sodium chloride. So sodium chloride ന്റെ valence electrons എത്രയാ? സോഡിയത്തിന്റെ valence electrons എത്രയാ? What is valence electron? Outermost shell electron. സോഡിയത്തിന്റെ valence electron 1. 1. ക്ലോറിന്റെ valence electron 7. 7. Okay, good. മനസ്സിലായോ കാര്യം? Okay, fine. Yes. Nohen. Yes, ma'am. Yes, Nohen. Electron transfer and sharing. ഇവിടെ എന്താ സംഭവിക്കുന്നത്? സോഡിയം ക്ലോറൈഡ് കേട്ടോ. ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണോ ഷെയറിംഗ് ആണോ? എന്താ സംഭവിക്കുന്നത്? Ma'am, transfer. ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെ? സോഡിയം ക്ലോറൈഡ് എന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അയോൺസ് ഓർ മോളിക്യൂൾസ് എങ്ങനെയാ ഫോം ആവുന്നത്? എങ്ങനെയാ ഈ അയോൺസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് എങ്ങനെയാ ഫോം ആവുന്നത്? Ma'am, ഒരു കാറ്റയോൺ വരും. ആരാണോ അക്സെപ്റ്റ് ചെയ്യുന്നത് ഒരു ആനയോണും വരും അല്ലെ? ഒരു കാറ്റയോണും വന്നു, ഒരു ആനയോൺസും വന്നു. സോ അങ്ങനെ എങ്ങനെയാ ഫോം ആവുന്നത്? മോളിക്യൂൾസ് എങ്ങനെയാ ഫോം ആവുന്നത്? By the transfer of electrons. Same answer വരിക. Ions, how are the ions and molecules formed? By the transfer of electrons അല്ലെ? ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്തിട്ട് തന്നെയാണ് ബോണ്ട് മോളിക്യൂൾസ് ഫോം ആവുന്നത് അല്ലെ? ഓക്കെ. ടൈപ്പ് ഓഫ് ബോണ്ട്. ഏത് ടൈപ്പ് ഓഫ് ബോണ്ടാ ഇവിടെ നോക്കിയേ? mono. മോണോന്നാ? അതേത് ബോണ്ടാ? Ionic. Ionic bond. What is ionic bond? Ma'am, transfer of electrons. The bond formed by the transfer of electrons അല്ലെ? ഇലക്ട്രോൺ ട്രാൻസ്ഫറിലൂടെയാണ് ബോണ്ട് ഫോം ആവുന്നതെന്ന് വെച്ചാൽ that is called as ionic bond. സോഡിയം ക്ലോറൈഡ് എല്ലാവർക്കും ക്ലിയർ ആയോ? Anybody is having any doubt? If you're having any doubt, you can just raise your hand. You're having doubt? അല്ലാപ്പോ over doubt ആണോ? യെസ് മിസ്. എന്താ എന്താ ഡൗട്ട് പറയൂ? ട്രാൻസ്ഫർ ആണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലായി? ഇവിടെ സോഡിയത്തിന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 1. ക്ലോറിന്റെ എത്ര എണ്ണം ഉണ്ട്? 7. സോ ഒരു ഇലക്ട്രോൺസ് ഉണ്ട്, ക്ലോറിന് 7 ഇലക്ട്രോൺസ് ഉണ്ട്. സോ സോഡിയം എങ്ങനെ സ്റ്റേബിൾ ആവണം? ഔട്ടർ മോസ്റ്റ് 8 ആവണം അല്ലെ? സോ സോഡിയം ഈ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും? കൊടുക്കും. ക്ലോറിൻ എന്ത് ചെയ്യും? ആ ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യും. ഔട്ടർ മോസ്റ്റ് അപ്പൊ രണ്ടുപേർക്കും 8 ആയി അല്ലേ? ഓക്കെ, അങ്ങനെയായിരിക്കും ബോണ്ട് ഫോർമേഷൻ നടക്കുക. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫർ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഡൺ. നൗ വി ആർ ഹാവിംഗ് വാട്ടർ അല്ലെ? സോഡിയം ക്ലോറൈഡ് എല്ലാവർക്കും മനസ്സിലായില്ലേ? എനിബഡി എനി ഡൗട്ട്? ഇനി വാട്ടറിനെ നമുക്ക് നോക്കാം അല്ലെ? വാട്ടർ. ഓക്കെ. ലാസ്റ്റും ആമൽ, ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ. ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ എത്രയാ? എങ്ങനെ ഒരു ആറ്റം വരയ്ക്കാം? ഹൈഡ്രജന്റെ ആറ്റം പറഞ്ഞു. ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. എത്ര ആറ്റംസ് ഉണ്ടാവും? ഒരു ആറ്റം. ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ 1 ആണ്. ഒരു ഇലക്ട്രോൺസ് ആണ് അതിൽ ഉണ്ടാവുക കേട്ടോ. ഓക്കെ. സോ 2 ഹൈഡ്രജൻ നമുക്ക് ഇവിടെ ഉണ്ട് അല്ലെ? 2 ഹൈഡ്രജൻ നമുക്കുണ്ട് ഇല്ലേ? 2 ഹൈഡ്രജൻ ഉണ്ട്. സോ ഒരു ഹൈഡ്രജൻ കൂടെ ഇവിടെ ഉണ്ടാവും. അതിലൊരു ആറ്റം ഉണ്ടാവും. ഓക്സിജന് ഒരു ഇലക്ട്രോൺസ് ആയിരിക്കും ഷെല്ലിൽ ഉണ്ടാവുക കേട്ടോ. ഓക്സിജൻ ആണെങ്കിൽ എങ്ങനെ ആറ്റം വരയ്ക്കാം? സെന്ററിൽ എന്തുണ്ടാവും? ന്യൂക്ലിയസ് ഉണ്ടാവും. ഫസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 2 ഇലക്ട്രോൺസ്. അടുത്ത ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 6. ഗുഡ്. 1, 2, 3, 4, 5, 6 അല്ലെ? അപ്പൊ ഓക്സിജൻ എത്രയാണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ആണുള്ളത് അല്ലെ? 6 ഇലക്ട്രോൺസ് ഉണ്ട്. പിന്നെ ഈ ഹൈഡ്രജൻ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 1 ഇലക്ട്രോൺ ഉണ്ട്. ഈ ഹൈഡ്രജനും 1 ഇലക്ട്രോൺ അല്ലെ? ഇത് ഹൈഡ്രജൻ, ഇതൊരു ഹൈഡ്രജൻ, ഇതൊരു ഓക്സിജൻ അല്ലെ? സോ ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്ത് ചെയ്യണം? ഇലക്ട്രോൺസ് കൊടുത്താൽ മതിയോ? സോഡിയം ഇതിനൊരു ഇലക്ട്രോൺ കൊടുക്കുന്നു, ഇതിനൊരു ഇലക്ട്രോൺ കൊടുത്താൽ 2 ഹൈഡ്രജൻ സ്റ്റേബിൾ ആവും. പക്ഷെ ഓക്സിജന്റെ ഗതി എന്തായിരിക്കും? പ്രോപ്പറായിട്ട് സ്റ്റേബിൾ ആവില്ല അല്ലെ? സോ ഇവിടെ എന്ത് ചെയ്യണം? ഇലക്ട്രോൺസിന് എന്ത് ചെയ്യണം? അവർ ഷെയർ ചെയ്യണം അല്ലെ? ഒരു ഇലക്ട്രോൺസിനെ ഇവിടെ ഷെയർ ചെയ്യണം. സോ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാ ബോണ്ട് ഫോർമേഷൻ നടക്കുക നോക്കിക്കേ. ഓക്സിജൻ ഇവിടെ സെന്ററിൽ ന്യൂക്ലിയസ് ഉണ്ടാവും. ഫസ്റ്റ് ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺ. എല്ലാവരും വരച്ച് നോക്കിക്കോട്ടെ. സെക്കൻഡ് ഓർബിറ്റലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 1, 2, 3, 4, 5,
6 അല്ലെ, 6 ഇലക്ട്രോൺസ് ആണ് ഇപ്പൊ നിലവിലുള്ളത്. അടുത്ത ഒരു ഓക്സിജൻ ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ എന്തുണ്ടാവും? എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? ഒരു ഇലക്ട്രോൺസ് ഉണ്ടാവുക. ആ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഷെയർ ചെയ്യും ഇങ്ങനെ അല്ലെ. ദേ വിൽ ബി ഷെയറിംഗ് ദി ഇലക്ട്രോൺസ് അല്ലെ. ഒരു ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? അവര് ഷെയർ ചെയ്യും അല്ലെ, ഷെയർ ചെയ്യും. സോ ഹൈഡ്രജൻ നോക്കിക്കേ, സെന്ററിൽ ഞാൻ കളർ ചേഞ്ച് ആക്കാം. ഇതെല്ലാം മഞ്ഞുള്ളതൊക്കെ ന്യൂക്ലിയസ് ആണ് കേട്ടോ. വൈറ്റ് ആണ് നമ്മളുടെ എന്ത് ഇലക്ട്രോൺസ്. പ്രോപ്പർ ആയിട്ട് സർക്കിൾ വരച്ചോളൂ എല്ലാവരും. നോക്കിക്കേ, ഇത് ഹൈഡ്രജൻ, ഇതും ഒരു ഹൈഡ്രജൻ, ഇതൊരു ഓക്സിജൻ. നോക്കിക്കേ, ഹൈഡ്രജൻ എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുന്നുണ്ട് അല്ലെ. ഓക്സിജനും ഒരു ഇലക്ട്രോൺ ഈ ഹൈഡ്രജനായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതേപോലെ ഓക്സിജൻ ഈ ഹൈഡ്രജനായിട്ട് ഒരു ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുന്നുണ്ട് അല്ലെ. സോ ഇവിടെ ഹൈഡ്രജൻ നോക്കിക്കേ, 1 2 2 ഇലക്ട്രോൺസ് കിട്ടി, സ്റ്റേബിൾ ആണ്. അടുത്ത ഹൈഡ്രജൻ 1 2 2 ഇലക്ട്രോൺസ് കിട്ടി, സ്റ്റേബിൾ ആണ്. ഓക്സിജന്റെ കേസ് എങ്ങനെയാ? 1 2 3 4 5 6 7 8 ഔട്ടർമോസ്റ്റ് 8 ഇലക്ട്രോൺസ് ആയി ഓക്സിജൻ. ഓക്സിജനും സ്റ്റേബിൾ ആണ്. നോക്കിക്കേ, ഹൈഡ്രജൻ ഇവിടെ ഉണ്ട്, ഇവിടെ എന്തുണ്ട്? ഓക്സിജൻ ഉണ്ട്, അടുത്തൊരു ഹൈഡ്രജൻ ഇവിടെ ഉണ്ട്. സോ എന്ത് ഫോം ആവും? ബോണ്ട് ഫോർമേഷൻ അല്ലെ. ഓരോരോ ഇലക്ട്രോൺസ് ആണ് ഷെയർ ആക്കുന്നത്. സോ ഈ രണ്ട് ഇലക്ട്രോൺസ് കൂടി ഒരു ബോണ്ട് ഫോം ആവും, ഈ രണ്ട് ഇലക്ട്രോൺസ് കൂടി ഒരു ബോണ്ട് ഫോം ആവും. സോ അങ്ങനെയാണ് നമുക്ക് വാട്ടർ മോളിക്യൂൾസ് കിട്ടുന്നത് അല്ലേ. ഡൗട്ട് ഉണ്ടോ? അയോണിക് ബോണ്ടും കോവാലന്റ് ബോണ്ടും തമ്മിൽ വ്യത്യാസം എന്താണ്? അയോണിക് ബോണ്ട് എന്ന് വെച്ചാൽ ഇവിടെ നോക്കിക്കേ, ഷെയർ ചെയ്യല്ലേ ഇലക്ട്രോൺസ്, ഷെയർ ചെയ്യല്ലേ. അതായത് ഹൈഡ്രജന്റെ ഈ ഒരു ഇലക്ട്രോൺ ഉണ്ടല്ലോ, ഈ ഒരു ഇലക്ട്രോൺ ഉണ്ടോ, ഇത് ഈ ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, ഈ ഇലക്ട്രോൺ ഹൈഡ്രജന് അവകാശം ഉണ്ട്, അറ്റ് ദ സെയിം ടൈം ഓക്സിജനും ഉണ്ട്. മനസ്സിലായോ? രണ്ടുപേർക്കും ഈക്വൽ അവകാശമുണ്ട്. ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഇലക്ട്രോണോട് കൊടുത്തു, പിന്നെ അത് പോയി ചോദിക്കാൻ പറ്റില്ല, കൊടുത്തു തന്നെ. അങ്ങനെ ഇവിടെ എന്താ ചെയ്യുന്നത്? ഷെയർ ചെയ്യാണ്. സോ ഇലക്ട്രോൺ ഓക്സിജനും അവകാശപ്പെട്ടതാണ്, ഹൈഡ്രജനും അവകാശപ്പെട്ടതാണ്. അണ്ടർസ്റ്റുഡ്? അങ്ങനെ ഷെയർ ചെയ്യുമ്പോഴാണ് കോവലന്റ് ബോണ്ട് ഫോം ആവുന്നത്. ഒരു ഇലക്ട്രോൺ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് ബോണ്ട് ഫോം ആവാം? അയോണിക് ബോണ്ട് ആയിരിക്കും ഫോം ആവാം. ഓക്കെ, നൗ ദേവിക. യെസ്. സോ നമുക്ക് ഇവിടെ എന്ത് ഫോം ആയി കഴിഞ്ഞു? വാട്ടറിന്റെ സ്ട്രക്ചർ ഒക്കെ നമുക്ക് കിട്ടി അല്ലെ. ഇനി ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ആൻസർ ചെയ്തേ. ബാലൻസ് ഇലക്ട്രോൺ, വാട്ടറിന്റെ കേസ് ആണ് കേട്ടോ. ഹൈഡ്രജന്റെ ബാലൻസ് ഇലക്ട്രോൺ എത്രയാ? എത്ര ഇലക്ട്രോൺസ് ഉള്ളത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ? ആകെ ഒരു ഷെല്ലേ ഉള്ളൂ. ആ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഇവിടെ എത്ര ഇലക്ട്രോൺസ് ഞാൻ ഇപ്പൊ വരച്ചിരിക്കുന്നേ? ഒരു ഇലക്ട്രോൺ അല്ലേ. ഹൈഡ്രജന്റെ വാലൻസി 1 ആണ്, വാലൻസ് ഇലക്ട്രോൺസ് 1 ആണ്. ഓക്സിജന്റെ വാലൻസ് ഇലക്ട്രോൺസ് എത്രയാ? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഓക്സിജൻ ഉള്ളത് കൗണ്ട് ചെയ്തേ? 6 ആയിരിക്കും. ഓക്കെ. ഇലക്ട്രോൺ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഷെയറിംഗ് എന്താ നടക്കുന്നത്? ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണോ ഷെയറിംഗ് ആണോ? കൊടുക്കുന്നുണ്ടോ ഇലക്ട്രോൺസ്? എന്നിട്ട് പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഒക്കെ ആവുന്നുണ്ടോ ഇവിടെ? ഇല്ല. ഞാൻ ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോൺസ് എന്താ ചെയ്യുന്നത്? ഷെയർ ചെയ്യാണ്. എന്താ സംഭവിക്കുന്നത്? ഷെയർ ചെയ്യാണ്. സോ ഷെയറിംഗ് ഓഫ് ദി ഇലക്ട്രോൺസ് ആർ ടേക്കിംഗ് പ്ലേസ്. അയോൺസ് ഓർ ദി മോളിക്യൂൾസ് ഫോം. അയോൺസ് ആണോ മോളിക്യൂൾസ് ആണോ ഫോം ആവുന്നത്? എങ്ങനെയാ ഫോം ആവുന്നത്? അയോൺസ് ആയിട്ടാണോ? കാറ്റയോൺസും ആനയോൺസ് ആണോ ഫോം ആവുന്നത്? മോളിക്യൂൾസ് ആണ് ഇവിടെ ഫോം ആവുന്നത്. ഷെയറിംഗ് ആണെങ്കിൽ എങ്ങനെയാ? ഇവിടെ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ്. എന്താണ് അയോൺസ്? വാട്ട് ഈസ് എൻ അയോൺ മാധവിക? എന്തായിരുന്നു അയോൺസ് എന്ന് വെച്ചാൽ എന്താ? നമുക്ക് 2 ടൈപ്പ് ഓഫ് അയോൺസ് ഉണ്ടായിരുന്നു അല്ലേ. കാറ്റയോൺസ് ഉണ്ട്. എന്താണ് കാറ്റയോൺ? വാട്ട് ഈസ് എ കാറ്റയോൺ? പോസിറ്റീവ് ചാർജ് ഉള്ളതിനെ നമ്മൾ കാറ്റയോൺ എന്ന് പറയും. ആനയോൺ എന്ന് വെച്ചാൽ എന്താ? വാട്ട് ഈസ് എൻ ആനയോൺ? നെഗറ്റീവ് ചാർജ് അല്ലെ. സോ ഇവിടെ ചാർജ് വല്ലതും ഉണ്ടാവുന്നുണ്ടോ? ഹൈഡ്രജന് വല്ല ചാർജ് ഉണ്ടോ? ഹൈഡ്രജന് വല്ല ചാർജ് ഫോർമേഷൻ ഉണ്ടോ? പോസിറ്റീവ് ഒന്നും ഫോം ആവുന്നില്ല അല്ലെ. സോ ഇവിടെ എന്താ ഫോം ആവുന്നത്? ജസ്റ്റ് മോളിക്യൂൾസ് ആണ്. അയോൺ ഫോർമേഷൻ നടക്കില്ല. ഷെയറിംഗ് എന്ന് വെച്ചാൽ എപ്പോഴും ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസിന്റെ മോളിക്യൂൾസ് ആയിരിക്കും ഫോം ആവുക. ഓക്കെ, ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് നടക്കുന്ന മോളിക്യൂൾസ് ആണ് ഫോം ആവുന്നത്, അയോൺസ് അല്ല. ടൈപ്പ് ഓഫ് ബോണ്ട്, ഏത് ടൈപ്പ് ഓഫ് ബോണ്ട് ആണ് ദേവിക? ഷെയറിംഗ് എന്ന് വെച്ചാൽ ഏത് ടൈപ്പ് ഓഫ് ബോണ്ട് ആയിരിക്കും ഫോം ആവുക? അയോണിക് ബോണ്ട് ഫോം ആവുക ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ സമയത്തായിരിക്കും. ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് എന്ന് വെച്ചാൽ ഏത് ടൈപ്പ് ഓഫ് ബോണ്ടാ ഫോം ആവുന്നത്? അടുത്തൊരു ബോണ്ട് ഉണ്ടായിരുന്നു, അയോണിക് ബോണ്ട് അല്ലാതെ വേറെ ബോണ്ട് ഏതായിരുന്നു? ബോണ്ടിന്റെ പേര് കോവാലന്റ് ബോണ്ട്. എന്താണ് പറയാ? കോവാലന്റ് ബോണ്ട്. ഓക്കെ, അപ്പൊ കോവാലന്റ് ബോണ്ട് എങ്ങനെയാ ഫോം ആവുന്നത്? ഹൗ ഇസ് എ കോവാലന്റ് ബോണ്ട് ഫോം? കോവാലന്റ് ബോണ്ട് എങ്ങനെയാ ഫോം ആവുന്നത്? ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ആണോ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആണോ?
ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇലക്ട്രോൺസ് ഷെയർ ചെയ്യല്ലേ? ഇലക്ട്രോൺസ് ഷെയർ ചെയ്ത് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? മോളിക്യൂൾസ് കിട്ടുന്നുണ്ട് അല്ലെ? സോ ഇലക്ട്രോൺസ് ഷെയർ ചെയ്ത് മോളിക്യൂൾസ് കിട്ടുകയാണെങ്കിൽ അവിടെ ഏത് ടൈപ്പ് ഓഫ് ബോണ്ടാ ഫോം ആവുക? കോവലന്റ് ബോണ്ട്. സോ വാട്ടർ എങ്ങനെയാ ഫോം ആവുന്നത്? ട്രയോണിക് ബോണ്ട് ഓർ ത്രൂ കോവലന്റ് ബോണ്ട്? കോവലന്റ് ബോണ്ട്. വാട്ട് അബൌട്ട് NaCl? കുറച്ചു മുന്നേ നമ്മൾ ഇപ്പൊ വരച്ചല്ലോ. NaCl എങ്ങനെയായിരുന്നു? Ionic bond ആയിരുന്നു അല്ലെ? NaCl is through ionic bond. Okay, fine. So what is the difference between? Okay, yes, Carmel. So what is the difference between NaCl and H2O? NaCl is formed through ionic bond and H2O is formed through what? H2O എങ്ങനെയാ ഫോം ആവുന്നത്? By covalent bond അല്ലേ? Yes, Okay, fine. Okay, yes. Now moving on to the next question. Yes, ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തേ. ആദ്യം ക്വസ്റ്റ്യൻ നന്നായി വായിക്കാം കേട്ടോ. നീരജ മനസ്സിലാവുന്നുണ്ടോ? നീരജ നല്ല ലീഫ് ആയിരുന്നില്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ധ്രുവ് എവിടെ ആയിരുന്നു? ധ്രുവ്. ധ്യാൻ 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 ആരുഷ് ആരുഷ് ധ്യാൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ധ്യാൻ അൺമ്യൂട്ട് ചെയ്യൂ. മെസാബിൻ മെസാബിൻ സൈറ. യെസ്, മനസ്സിലാവുന്നുണ്ടോ? എന്താ ക്യാമറ ടേൺ ഓഫ് ആക്കിയിരിക്കുന്നത്? ടേൺ ഓൺ ചെയ്യാ ക്യാമറ. നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളവരാ. ഓക്കെ, ഫൈൻ. യെസ്, ഒന്ന് ക്യാമറ ടേൺ ഓൺ ചെയ്ത് ആൻസർ പറഞ്ഞോളൂ. അതിനുശേഷം ക്യാമറ ടേൺ ഓഫ് ആയിക്കോട്ടെ. ഒന്ന് ക്യാമറ ടേൺ ഓൺ ചെയ്ത് വെച്ചേ. യെസ്, ഓക്കെ. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. Identify the type of bonding P and ഫസ്റ്റ് Q. റീഡ്. എന്റെ മേലുള്ളത് ആദ്യം വായിക്കാം. A teacher gives students two substances, P and Q. Substance P is formed by transfer of electrons between atoms, while substance Q is formed when atoms share electrons. P consists of oppositely charged ions, whereas Q consists of individual molecules. ഓക്കെ. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ബോണ്ടിങ് ഇൻ പി ആൻഡ് ക്യൂ. പി ആണെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ബോണ്ട് ആണ് പറയുന്നത്? Ionic bond. പി ആണെങ്കിൽ അയോണിക് ബോണ്ട് ആണ്. ക്യൂ ആണെങ്കിൽ എങ്ങനെയാ? Covalent bond. Covalent bond. What is ionic bond? Transfer of electrons. Transfer of electron. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞേ. മറ്റേ നമ്മളെ ടേബിൾ സോൾട്ട് അല്ലേ? ഇത് നോർമൽ യൂസ് ചെയ്യുന്ന ടേബിൾ സോൾട്ട്. അതിന്റെ കെമിക്കൽ ഫോർമുല എന്താ? ടേബിൾ സോൾട്ട് എക്സാമ്പിൾ എഴുതാൻ പറ്റില്ല, മാർക്ക് വരില്ല. കെമിക്കൽ ഫോർമുല എന്താ? കെമിക്കൽ ഫോർമുല NaCl അല്ലേ? കോവലന്റ് ബോണ്ടിന്റെ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ നോക്കിയ കാര്യം. ഹൈഡ്രജൻ മാത്രം മതി. H2 വാട്ടർ മോളിക്യൂൾസ് പറയാം, അല്ലെങ്കിൽ H2 ഹൈഡ്രജൻ H2 മോളിക്യൂൾസ് നമുക്ക് പറയാം. ഓക്കെ, ഡൺ. ഓക്കെ. വൈദേഹി Isha. Yes, ma'am. Yes, Vaidehi. What is meant by the electron transfer? Ma'am, I can't clear. Second question answer പറഞ്ഞാൽ മതി. Second question. എന്ന് പറഞ്ഞ സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിച്ചേ. Turn on your camera first. Yeah. One atom loses valence electron. What is meant by transfer of electron? Okay, when atom is losing valence electron, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇലക്ട്രോൺ ട്രാൻസ്ഫർ. കൊടുത്താൽ മാത്രം മതിയോ? അപ്പൊ വാങ്ങണ്ടേ? Another atom gain those electrons. Gain those electrons. So transfer of what is meant by transfer of electrons? You are giving an electron, അല്ലേ? You are giving electron or you are accepting electron, അല്ലേ? Giving, accepting നടക്കുകയാണെങ്കിൽ നമ്മളവിടെ transfer of electrons നടന്നു പറയാൻ പറ്റും. What is meant by sharing of electrons? Two atoms contribute valence electrons. വാലൻസ് ഇലക്ട്രോൺസ് എന്താണ്? ഈക്വലി ഷെയർ ചെയ്യണം അല്ലെ? എത്രയാണ് സ്റ്റേബിൾ ആവാൻ വേണ്ടതെന്ന് വെച്ചാൽ ദേ ആർ ഷെയറിംഗ് ഇറ്റ് ഈക്വലി അല്ലെ? ഈക്വലി ഫസ്റ്റ് സ്റ്റെപ്പ് ടു അറ്റൈൻ സ്റ്റെബിലിറ്റി ദേ ഷെയറിംഗ്. അതിനാണ് നമ്മൾ എന്ത് പറയാ? ഇലക്ട്രോൺസ് ഷെയറിംഗ് എന്ന് പറയാ അല്ലെ? ഓക്കെ. Can you give one suitable example for P as well as one for Q? P ഒരു എക്സാമ്പിൾ പറഞ്ഞേ. P എന്ന് വെച്ചാൽ എന്താണ്? അയോണിക് ബോണ്ട്. Sodium chloride.
NaCl. Qന് എക്സാമ്പിൾ water, വാട്ടർ. വേറെ കുറച്ച് എക്സാമ്പിൾ ഒന്ന് പറഞ്ഞു തരുമോ? വാട്ടറും NaCl അല്ലാതെ ഓക്സിജൻ carbon മോളിക്യൂൾ dioxide, H2 ഇതൊക്കെ എന്താണ്? എക്സാമ്പിൾസ് ആണ്. ഓക്കെ. carbon dioxide, കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ. NaCl വേറെ എക്സാമ്പിൾ. NaCl സോഡിയം ക്ലോറൈഡ് അല്ലാതെ KCl magnesium oxide, മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ നമുക്ക് പറയാം മെഗ്നീഷ്യം ക്ലോറൈഡ് എന്ന് പറയാം. ഓക്കെ, ഡൺ. okay, ഓക്കെ, ഫൈൻ. കാർമൽ, കാർമലിയാന്ന് ഞാൻ കുറച്ച് മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നേ. യെസ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞേ. See, many of you have turned off the camera. Camera turn off ആക്കി എല്ലാവരും ക്യാമറ ടേൺ ഓൺ ചെയ്ത് വെക്കാട്ടാ. ഗൗരലക്ഷ്മി ഓക്കെ, ഗൗരലക്ഷ്മി ടേൺ ഓൺ ചെയ്തിട്ടുണ്ട്. ആ ലാബ് ടേൺ ഓൺ ഈ ക്യാമറ. ഫിയോന, ആമിൽ, ആരുഷ്, ആരെയെന്ന് വെച്ചിട്ടുണ്ടായിരുന്നെ? കാർമൽ. കാർമൽ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ വൈ P contain ions while Q contains molecule. കാരണം എന്തായിരിക്കും Pക്ക് എന്തുകൊണ്ട് അവിടെ അയോൺസ് ഫോർമേഷൻ നടക്കുന്നേ? സമയമായിട്ട് വേഗം നമുക്ക് കുറച്ചുകൂടി കുറെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. പറയൂ. In P, electrons are transferred from one atom to another, producing positively and negatively charged ions. ഓക്കെ, വൈ P contain ion. എന്തിനാണ് Pക്ക് അയോൺസ് ഫോർമേഷൻ ഉണ്ടാവുന്നത്? വൈ P is having ions? എന്ത് ഫോം ആവാനാണ് അവിടെ അയോൺസ് ഉണ്ടാവുക? സിമ്പിൾ ലോജിക്. എന്ത് ഫോം ആവാനായിരിക്കും അവിടെ അയോൺസ് ഉണ്ടാവുക? അയോൺസ് ഉണ്ടെങ്കിൽ എന്താ? ചോക്ലേറ്റ് കിട്ടില്ല. അവിടെ എന്ത് കിട്ടും പിന്നെ? അവിടെ എന്ത് ഫോം ആവും? ആറ്റമോ? അയോണിക് ബോണ്ട് ഫോം ആവില്ലേ? സോ അയോണിക് ബോണ്ട് ഫോം ആവാനാണ് നമുക്ക് അവിടെ എന്തുള്ളേ? അയോൺസ് ഉള്ളത് അല്ലേ? വൈ Q contain molecules. Q contain molecules എന്ന് വെച്ചാൽ എന്താ? അവിടെ എന്ത് ബോണ്ട് ഫോം ആയിട്ട് മോളിക്യൂൾസ് ഫോം ആവുന്നേ? Covalent bond. Q contain molecules because that is formed through a covalent bond. Covalent bondലൂടെ ഫോം ആയതുകൊണ്ട് അവിടെ മോളിക്യൂൾസ് ഉണ്ട്. എന്തുകൊണ്ടാ Pയിൽ അയോൺസ് ഇല്ലേ? അവിടെ എന്താ ഫോം ആവുന്നത്? അയോണിക് ബോണ്ടിലൂടെയാണ് അവിടെ ഫോം ആവുന്നത്. അയോണിക് ബോണ്ട് ഫോർമേഷൻ നടക്കുന്നത് കൊണ്ടാണ് അവിടെ അയോൺസ് ഉള്ളത്. സിമ്പിൾ ലോജിക് അല്ലേ? ഇങ്ങനെയൊക്കെ നമുക്ക് കണക്ട് ആക്കാൻ വെച്ചാൽ അങ്ങനെയൊക്കെ നമുക്ക് കണക്ട് ആക്കാം. അത്രയല്ലോ, ആൻസർ സിമ്പിളാ. ഓക്കെ, സിക്സ്ത് ക്വസ്റ്റ്യൻ നമുക്ക് ആരോട് ചോദിക്കാം? വർഷ. Sixth question. If a compound is formed between two non-metal atoms, would you expect the electron transfer or electron sharing? Give reason. So അറിയണമെങ്കിൽ എന്ത് അറിയണം? നോൺ മെറ്റൽ ആറ്റംസ് അറിയണം അല്ലെ? എന്താ നോൺ മെറ്റൽ ആറ്റം? മെറ്റൽ അല്ലാത്തൊരു ആറ്റം. ഒരു എക്സാമ്പിൾ. ഓക്സിജൻ. ഹൈഡ്രജൻ എക്സാമ്പിൾ അല്ലേ? ഏറ്റവും ചെറിയ എക്സാമ്പിൾ ഹൈഡ്രജൻ അല്ലേ? ഹൈഡ്രജൻ ഒരു ഗ്യാസ് ആണ് അല്ലേ? ഒരു നോൺ മെറ്റൽ ആണ്. ഹൈഡ്രജൻ എടുക്കണം, ഓക്സിജൻ എടുക്കണം? ഓക്സിജൻ. ശരി. ഓക്സിജൻ ആറ്റം വരയ്ക്കുമ്പോ എന്ത്? സെന്ററിൽ ന്യൂക്ലിയസ് ഉണ്ടാവും. പിന്നെ എന്താ ഉണ്ടാവുക? Electrons. എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? ഫസ്റ്റിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 2. പിന്നെ അടുത്ത ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 1 2 3 4 5 6. ആണോ? 6 അല്ലേ? 1 2 ഉണ്ടാവും. പിന്നെ എന്ത് ചെയ്യും? പിന്നെ എന്താ ചെയ്യുന്നത്? ഓക്സിജൻ ആറ്റം എങ്ങനെയാ? അപ്പൊ നോൺ മെറ്റൽ ആണെങ്കിൽ അവിടെ എന്താ ഫോം ആവുന്നത്? ഷെയറിംഗ് ആയിരിക്കോ ട്രാൻസ്ഫർ ആയിരിക്കോ? ഷെയറിംഗ് അല്ലേ? അടുത്ത ബോണ്ടിൽ എത്ര ഇലക്ട്രോൺസ് വേണം? 1 2 3 4 5 6 അല്ലെ? 1 2 3 4 5 6. അതുകൊണ്ട് 6 ആയി. മറ്റേതൊന്നും 2 ആയി അല്ലെ? ടോട്ടൽ 8 ആയി. ഇതിനും 8 ആയി. എത്ര ഇലക്ട്രോൺസ് അപ്പോൾ ഷെയർ ചെയ്യുന്നുണ്ട്? 2 ഇലക്ട്രോൺസ് അല്ലെ? രണ്ടുപേരും 2 ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുന്നുണ്ട് അല്ലെ? രണ്ടുപേരും 2 ഇലക്ട്രോൺസ് ഫോം ആവുന്നതുകൊണ്ട് എത്ര ബോണ്ട് അവിടെ ഫോം ആവുന്നത്? എത്ര ബോണ്ട് അവിടെ ഉണ്ട്? Double bond. ഡബിൾ ബോണ്ട് ആയിരിക്കും ഉണ്ടാവുക അല്ലെ? ഓക്സിജൻ തമ്മിൽ എത്ര ഉണ്ടാവും? ഡബിൾ ബോണ്ട് ആയിരിക്കും ഉണ്ടാവുക. മനസ്സിലായോ എല്ലാവർക്കും? നോൺ മെറ്റൽസ് ആണെങ്കിൽ അപ്പോൾ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണ്, ഇലക്ട്രോൺ ഷെയറിംഗ് ആണോ? Electron sharing. ഇലക്ട്രോൺസ് ഷെയറിംഗ് ആയിരിക്കും. അണ്ടർസ്റ്റുഡ് എവരിവൺ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനിബഡി? ഇല്ല. ഓക്കെ, ഫൈൻ. യെസ്, ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ട്ടാ. എല്ലാരും ഒന്ന് ചെയ്തേ.
ഫിനിഷ്ഡ്? കഴിഞ്ഞോ? ഞാൻ എത്ര പേരുടെ ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്? ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളവരൊക്കെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് വെച്ചേ. ഞാൻ ഒരു ക്വസ്റ്റ്യൻസും ചോദിക്കാത്തവരൊക്കെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് വെച്ചേ. ക്വിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ. ഓക്കെ, നാഥ അല്ലെ? യെസ് നാഥ. പിന്നെ ഒരാളെ ഉള്ളൂ, ഇഷ. ഓക്കെ, യെസ്. രണ്ടിരുന്ന് ക്യാമറ അവിടെ എന്ത് ചെയ്യാ? ഹാൻഡ് റൈസ് ചെയ്ത് വെക്കുക കേട്ടാ. ഹാൻഡ് ഡൗൺ ചെയ്യണ്ട, ഹാൻഡ് റൈസ് തന്നെ ചെയ്ത് വെച്ചേ. യെസ്, ഓക്കെ. നാഥ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നാഥ. By the way, where are you from, നാഥ? എവിടെ നിന്നാണ്? ഓ, അൺമ്യൂട്ട്. യാ, എവിടെന്നാ? Where are you from? Yes, ma'am. Question വായിച്ചേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിച്ചേ. An element has valency 1, another element also have valency 1. Can they form an ionic compound with each other? Explain your reasoning rather than simply answering yes or no. സിംപിൾ യെസ് ഓർ നോ പകരം വിത്ത് എക്സ്പ്ലനേഷൻ നമ്മൾ എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്തുതരാം. രണ്ടെണ്ണത്തിന് എന്താണ് വാലൻസി 1 ആണുള്ളത്. Can they form ionic bond with each other? Yes. പറ്റുമോ? ഒരു എക്സാമ്പിൾ എടുത്തോളൂ. യു കെൻ ജസ്റ്റ് ടേക്ക് വാലൻസി 1 ഉള്ള ഏതെങ്കിലും ഒരു എക്സാമ്പിൾ, എനി എക്സാമ്പിൾ, ഇഷ്ടമുള്ള ഒരു എക്സാമ്പിൾ. പക്ഷെ അതിന്റെ എന്തായിരിക്കണം? വാലൻസി 1 ആയിരിക്കണം. ഓക്കെ, യാ പറഞ്ഞേ. പറ്റുമോ? Hydrogen. ഹൈഡ്രജൻ. ഓക്കെ, ഹൈഡ്രജൻ ആണെങ്കിൽ എങ്ങനെയാ ഫോം ആവുന്നതെന്ന് പറഞ്ഞേ. Nucleus. ഹൈഡ്രജൻ എന്ന് വെച്ചാൽ ഒരു ഒരു മിനിറ്റ് ഞാൻ ഇവിടെ വരയ്ക്കാം അല്ലേ. ഓക്കെ, യെസ്. ഹൈഡ്രജൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. ന്യൂക്ലിയസിന് ചുറ്റും എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 2. 1 അല്ലേ? അടുത്ത ന്യൂക്ലിയസിന് അടുത്ത എന്തുണ്ടാവും? ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. പിന്നെ എന്തുണ്ടാവണം? കുറച്ചുകൂടി ചെറിയ ആറ്റം വരയ്ക്കണമെന്ന് തോന്നുന്നു. യാ, യെസ്. സോ ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന് ചുറ്റും ഒരു ഇലക്ട്രോൺ വന്നു അല്ലെ? ഇവിടെ ഒരു ഇലക്ട്രോൺ വന്നു. അടുത്തത് ഹൈഡ്രജൻ ആറ്റമാണ്. അടുത്തൊരു ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അവിടെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന് ചുറ്റും എന്ത് വന്നു? ഒരു ഇലക്ട്രോൺ വന്നു അല്ലെ? എന്ത് ചെയ്യും? രണ്ടും കൂടി ഷെയർ ചെയ്യും അല്ലെ? ഷെയർ ചെയ്ത് എന്ത് ഫോം ആവുന്നുണ്ട്? അപ്പൊ ഇവിടെ ഡബിൾ ബോണ്ടാ. ഒരു ഇലക്ട്രോൺസ് രണ്ടുപേരും ഷെയർ ചെയ്യുന്നേ അല്ലെ? അപ്പൊ 2 ഇലക്ട്രോൺസിന് മൊത്തത്തിൽ അവിടെ ഷെയർഡ് ഉള്ളൂ. അപ്പൊ എത്ര ബോണ്ട് വരിക? ഒരൊറ്റ ബോണ്ട്. ഓക്കെ, സോ അയോണിക് ബോണ്ട് ആണോ കോവലന്റ് ബോണ്ട് ആണോ? അയോണിക്. ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ. ഏത് ബോണ്ടാ? കോവാലന്റ് ബോണ്ട് അല്ലേ? സോ ഇവിടെ എന്ത് ബോണ്ടാ ഫോം ആവുന്നത്? കോവാലന്റ് ബോണ്ട് ആണ്. ക്യാൻ ദേ ഫോം അയോണിക് ബോണ്ട് വിത്ത് ഈച്ച് അതർ? അയോണിക് ബോണ്ട് ഫോർമേഷൻ നടക്കുവോ? നോ എന്നാണ്. ഓക്കെ, ആണെങ്കിൽ അടുത്തൊരു എക്സാമ്പിൾ. സോഡിയം എടുത്തു. സോഡിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? സോഡിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണ്. സോ ഇതിന്റെ വാലൻസി 1 ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്തെടുത്തു? ക്ലോറിൻ എടുത്തു. ക്ലോറിൻ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 7 ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇതിന്റെ വാലൻസിയും 1 ആണ്. ഓക്കെ, ഇതിന്റെ വാലൻസി എന്താണ്? 1 ആണ്. കാരണം 1 ഇലക്ട്രോൺസ് മാത്രം പോരെ സ്റ്റേബിൾ ആവാൻ. ക്ലോറിന്റെ വാലൻസി 1 ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? -1 ആണ്. സോഡിയം ആണെങ്കിൽ +1 ആണ്. സോ ഇവിടെ എന്ത് സംഭവിക്കും? സോഡിയം എന്ത് ചെയ്യും? 1 ഇലക്ട്രോൺസിന് അങ്ങോട്ട് കൊടുക്കും അല്ലെ? ക്ലോറിന് കൊടുക്കും. സോ ഇവിടെ എന്താ സംഭവിക്കുന്നേ? ഇഷ is not there. Yes, ഇഷ പറയൂ. എവിടെ ഇഷ? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഇഷ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ശിവനന്ദന ശിവനന്ദന പറയൂ. സോഡിയം എന്ത് ചെയ്യുന്നുണ്ട്? 1 ഇലക്ട്രോൺസ് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇലക്ട്രോൺസ് കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്താ ഫോം ആവുന്നത്? വാട്ട് ടൈപ്പ് ഓഫ് ബോണ്ട്? ഇവിടെ എന്താ നടക്കുന്നത്? ഇലക്ട്രോൺസ് എന്താ ചെയ്യുന്നത്? അയോണിക് ബോണ്ട്. ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് നടക്കുന്നുണ്ട് അല്ലെ? അയോണിക് ബോണ്ട് ആയിരിക്കും ഫോം ആവുക അല്ലെ? ഇവിടെ ഏതാണ് ആനയോൺ, ഏതാണ് കാറ്റയോൺ? സോഡിയം പ്ലസ് ആയിരിക്കും, Cl മൈനസ് ആയിരിക്കും വരിക. സോ ഏതാണ് ആനയോൺ, ഏതാണ് കാറ്റയോൺ? കാറ്റയോൺ സോഡിയം. സോഡിയം കാറ്റയോൺസ് ആയിരിക്കും. Cl മൈനസ് എന്തായിരിക്കും? ആനയോൺസ് ആയിരിക്കും. യെസ്. സോ ഇതിന് ആൻസർ എന്താണ്? എലമെന്റ് ഹാവ് വാലൻസി 1, അനദർ എലമെന്റ് ഇസ് ഓൾസോ ഹാവിംഗ് വാലൻസി 1. ക്യാൻ ദേ ഫോം അയോണിക് ബോണ്ട് വിത്ത് ഈച്ച് അതർ? അയോണിക് ബോണ്ട് ഫോർമേഷൻ നടക്കാൻ പറ്റുമോ? നോന്നാ. സോഡിയത്തിന്റെ വാലൻസി 1, ക്ലോറിന്റെ വാലൻസി 1 ബോണ്ട് ഫോം ആയില്ലേ?
ആ ഓക്കെ. സോ എന്ത് ചെയ്യാൻ പറ്റും? അയോണിക് ബോണ്ട് ഫോർമേഷൻ നടക്കും അല്ലേ? കാരണം എന്താ, അയോൺസ് ഫോർമേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? അവിടെ ബോണ്ട് ഫോർമേഷൻ നടക്കുന്നു പറയാൻ പറ്റും അല്ലേ? Yes. യെസ്, ഓക്കെ ഫൈൻ. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റൻ ഒന്ന് ചെയ്തേ. ഇഫ് ഓൾ ആറ്റം ടെൻ ടു അച്ചീവ് സ്റ്റെബിലിറ്റി, വൈ ഡു സം ആറ്റംസ് ഷെയർ ഇലക്ട്രോൺസ് while other ആറ്റംസ് ട്രാൻസ്ഫർ ഇലക്ട്രോൺസ്? എന്തുകൊണ്ടാണ്? സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുന്നത്, അതേപോലെ മറ്റൊന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നത്. വെരി സിമ്പിൾ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റൻസ് നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാണ്ടിരുന്നത്, ചെയ്യിപ്പിക്കാതിരുന്നത്. ഓക്കെ, എന്തിനായിരിക്കും? സ്റ്റെബിലിറ്റി അറ്റൈൻ, പല രീതിയിൽ ആറ്റംസിന് സ്റ്റേബിൾ ആവാൻ പറ്റും. സ്റ്റെബിലിറ്റി ഏറ്റവും അറ്റൈൻ ചെയ്യാൻ ഏറ്റവും ഈസിയസ്റ്റ് വേ ഏതാണോ അതായിരിക്കും ഫോളോ ചെയ്യുക. അതുകൊണ്ടായിരിക്കും ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഷെയറും ചെയ്യുന്നത്. ഓക്കെ ആണോ? ഓക്കെ. നെയിം which of the following compounds have polyatomic ions? ഇതില് polyatomic ions ആയിട്ടുള്ള കോമ്പൗണ്ട്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. നോഹിൻ, നോഹിൻ Yes, ma'am. പറയൂ. Ma'am, NaCl. NaCl പോളിഅറ്റോമിക് അയോൺസ് ആണ്. അവിടെ വല്ല ചാർജ് എഴുതിയിട്ടുണ്ടോ? പ്ലസ് ഓർ നെഗറ്റീവ്? ഇവിടെ വല്ല ചാർജ് ഉണ്ടോ? സോഡിയം ഒരു ആറ്റം ആണ്, Cl ഒരു ആറ്റം ആണ് അല്ലെ? സോഡിയം പോസിറ്റീവ് ചാർജും ക്ലോറിന് നെഗറ്റീവ് ചാർജും. ഇവിടെ അത് പോളിഅറ്റോമിക് അയോൺസ് ആവുമോ? ആവില്ല. No, ma'am. എന്താണ് പോളിഅറ്റോമിക് അയോൺസ്? രണ്ട് ആറ്റംസ് കൂടുതൽ വേണം, എന്നിട്ടാണ് അയോൺസ് ഫോം ആവേണ്ടത് അല്ലെ? NaOH ഏതായിരിക്കും പോളിഅറ്റോമിക് അയോൺ? Na+. കുറച്ച് പോളിഅറ്റോമിക് അയോൺസിന്റെ ടേബിൾ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇന്നല്ലേ, നോക്കിയിട്ടുണ്ടായിരുന്നു. സോഡിയം ഉണ്ട്, ഹൈഡ്രോക്സൈഡ് ഉണ്ട്. സോ ഹൈഡ്രോക്സൈഡ് OH കൊടുത്തൊരു പോളിഅറ്റോമിക് അയോൺ ആണ്. ഓക്കെ, OH ഹൈഡ്രോക്സൈഡ് എന്ന് പറയും. OH ഇസ് എ പോളിഅറ്റോമിക് അയോൺ. MgCl2, MgCl2 ഏതാണ് പോളിഅറ്റോമിക് അയോൺ? ഫിയോന, I cannot see you over there, Fiona. Fiona? ഇഷ ഒന്ന് ക്യാമറ ടേൺ ഓൺ ചെയ്ത് വെച്ചേ. Yes, ma'am. യെസ് ഇഷ. വേർ ആർ യു ഇഷ? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. Okay. Ma'am. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് വെച്ചേ, so that your name will come in the top. Okay. Now it's Yes, okay. Isha. Yes. MgCl2 ഏതാ പോളിഅറ്റോമിc അയോൺ? MgCl. MgCl2 ഇതിൽ പോളിഅറ്റോമിക് അയോൺസ് ഉണ്ടാ? ഇല്ല. ഇല്ല. Na ഉണ്ടാ? ഏതാണ് NO3 അല്ലേ? ആനയോൺ ആണോ കാറ്റയോൺ ആണോ ഫോം ആവുന്നത്? NO3 ആനയോൺസ് ആയിരിക്കും, മൈനസ് ചാർജ് ആയിരിക്കും. Na2SO4 ഏതാ പോളിഅറ്റോമിക് അയോൺ? Na2. Na2 സോഡിയം ആണ്. Na is 1 സൾഫേറ്റ് ഗ്രൂപ്പ് ആണ്. SO4 മൈനസ്, SO4 2 മൈനസ്. ഓക്കെ, ഇതായിരിക്കും വരിക. ഡൺ. സോ ഈഷ, എന്താണ് പോളിഅറ്റോമിക് അയോൺ? വാട്ട് ഇസ് ദ പോളിഅറ്റോമിക് അയോൺ? രണ്ട് എന്തുണ്ടാവും? കോമ്പൗണ്ട്. രണ്ട് കോമ്പൗണ്ട്സ് ആണോ? അല്ല, രണ്ട് ആറ്റംസ് ആയിട്ട് അതെന്ത് ചെയ്യും? രണ്ട് ആറ്റംസ് ഒരുമിച്ചിട്ട് അയോൺസ് ആയിട്ട് ഒരുമിച്ച് നിൽക്കും. അതിനാണ് നമ്മൾ എന്ത് പറയാ? പോളിഅറ്റോമിക് അയോൺസ് എന്ന് പറയാ. ഓക്കെ ഡൺ. യെസ്, അത് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഞാൻ ഒന്ന് സ്ക്രീൻ സ്റ്റോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാ? യെസ്, വെരി ഡു റേസ് യുവർ ഹാൻഡ്? മിസ്, നേരത്തെ മിസ് പേര് വിളിച്ചില്ലേ? അപ്പൊ സൂം ഒന്ന് കട്ടായിരുന്നു. ശരി ശരി, കുഴപ്പമില്ല. ഓക്കെ ഫൈൻ. സോ ഇതിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്തേ. എല്ലാവരും ക്വസ്റ്റ്യൻ വായിച്ചതിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ചേ. ഫസ്റ്റ് വൺ വേഗം ട്ടാ, ഡോണ്ട് ടേക്ക് എ ലോട്ട് ഓഫ് ടൈം, വേഗം ചെയ്യാം.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചെല്ലാരും. ചെയ്താ ഓക്കേ. ഞാൻ ആരോട് ചോദിച്ചിട്ടില്ല. ഋഷികേഷ് ഇപ്പൊ ജോയിൻ ചെയ്താണോ ഋഷികേഷ്? അല്ല മാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ലേറ്റ് ആയോ ജോയിൻ ചെയ്യാൻ? അല്ല, ഞാൻ 7:30 ജോയിൻ ചെയ്തതാ. അല്ല, 7:30 6:30. 6:30. ശരി, ഒന്ന് ക്യാമറ ടേൺ ഓൺ ചെയ്ത് വെച്ചേ. ഋഷികേഷ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞേ, ആൻസർ ഒന്ന് പറഞ്ഞേ. Why does a sodium atom lose an electron while a chlorine atom gains an electron during the formation of sodium chloride? ഇവിടെ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ഒരു സോഡിയം ഇലക്ട്രോൺസ് ലൂസ് ചെയ്യുന്നുണ്ട്, ക്ലോറിൻ ഇലക്ട്രോൺസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സോ സോഡിയം ഇലക്ട്രോൺസ് ലൂസ് ചെയ്ത് എന്ത് ചാർജ് ആയിരിക്കും സോഡിയത്തിന്റെ മേലെ വരിക? കാറ്റയോൺ ആണോ ആനയോൺസ് ആണോ ഫോം ആവുക? ഒരു മിനിറ്റ് മാം. ഹാൻഡ് റേസ് വെച്ചേ, സോ യു വിൽ കം ഇൻ ദ ടോപ്പ്. എന്താ ഫോം ആവുന്നേ? ഒരു മാം, എന്താ ചോദിച്ചേ? സോഡിയം എന്താണ് ഫോം ആവുക? ആനയോൺസ് ആണോ കാറ്റയോൺസ് ആണോ ഫോം ആവുക? ആനിയോൺസ്. ബൈ ആനയോൺ. ബൈ. അതിന് ഒരു വാലൻസ് ഇലക്ട്രോണേ ഉള്ളൂ. സോ അതിനൊരു വാലൻസ് ഇലക്ട്രോൺസേ ഉള്ളൂ. സോ സോഡിയം എന്ത് ചെയ്യും? ഇലക്ട്രോൺ എന്നായാവും. സോ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇലക്ട്രോൺസിനെ കൊടുക്കും. ഇലക്ട്രോൺസിനെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സോഡിയത്തിന് എന്ത് ചാർജ് വരും? പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഫോം ആവുക. എന്ത് ചാർജ് ആയിരിക്കും ഫോം ആവുക? പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഫോം ആവുക. ഓക്കെ, യെസ്. പോസിറ്റീവ് ചാർജിൽ Na പ്ലസ് അയോൺസ് നമ്മൾ എന്താ പറയാ? വാട്ട് ഇസ് ഇറ്റ് കോൾഡ്? ആനയോൺസ് ആണോ കാറ്റയോൺസ് ആണോ ഋഷികേഷ്? എന്താ? പോസിറ്റീവ് ചാർജ് ഉള്ളതിന് നമ്മൾ ആ അയോൺസിന്റെ പേരെന്താ? ആനയോൺസ് ആണോ കാറ്റയോൺസ് ആണോ? ആനിയോൺസ്. ആനയോൺസാ. കാറ്റയോൺസ്. ഇതാണ് കാറ്റയോൺസ് ആയിരിക്കും ഫോം ആവുക. ഓക്കെ, ജേക്കബ്. സോഡിയം Na പ്ലസ് എന്ത് ഫോം ആയി? കാറ്റയോൺ ഫോം ആയി. ക്ലോറിൻ എന്ത് ഫോം ആയി? ആനയോൺ ഫോം ആയി. അല്ലേ? അയോൺ ഫോർമേഷൻ നടക്കുന്നത്. വൈ ഡസ് സോഡിയം, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഇലക്ട്രോൺസ് വാങ്ങുന്നൊക്കെ എന്തിനാ? വെറുതെ ആണോ? അല്ല, ഒരു ആവശ്യമൊക്കെ ഉണ്ട്. എന്താണ് ആവശ്യം? സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ. രണ്ടുപേർക്കും സ്റ്റേബിൾ ആവണം അല്ലെ? സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുന്നത്. മനസ്സിലായ? സോഡിയം കൊടുക്കുന്നു, ക്ലോറിൻ വാങ്ങുന്നു. എന്തിനാ? സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ. ഓക്കെ, അറ്റൈൻ സ്റ്റെബിലിറ്റി. എല്ലാവർക്കും മനസ്സിലായോ? സെക്കൻഡ് ക്വസ്റ്റിനോട്ട് പോവാം. ഓക്കെ, വൈ ആർ ടു See, what are the two ways by which atom combine to form a compound? Explain briefly. Devika. Second question. What are the two ways by which atoms combine to form a compound? എന്തൊക്കെ രണ്ട് രീതിയിലൂടെ atoms combine ചെയ്ത compound ആവാം? ഒന്നേതാ? ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ്. വേണ്ടേ? ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ഫോം ചെയ്യ എങ്ങനെയാ ഫോം ആവുക? അവിടെ എന്താ സംഭവിക്കുന്നത്? ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് വെച്ചാൽ എന്താ അവിടെ? ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ എന്ത് ബോണ്ടാ ഫോം ആവുക? അയോണിക് bond. If you are sharing electrons share ആണെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ബോണ്ടാ ഫോം ആവുക? കോവാലന്റ് ബോണ്ട് അല്ലെ? എന്തിനാ ഈ ബോണ്ട് ഒക്കെ എങ്ങനെയാ ഫോം ആവുന്നത്? Between the atoms they are getting this bond, right? If there is a formation of an ionic bond or if there is a formation of a covalent bond, വെറുതെ അറ്റ്മോസ്ഫിയറിൽ നടക്കോ? ഇല്ല. Between the atoms അല്ലെ? അത് ഈ ആറ്റംസ് ഈ ബോണ്ട് ഫോർമേഷൻ നടന്നിട്ട് എന്ത് ഫോം ആവും? ആറ്റംസ് കമ്പൈൻ ചെയ്ത് എന്ത് കിട്ടും നമുക്ക്? എന്താ കിട്ടുന്നേ? Compounds കിട്ടുന്നത്. So what are the two ways by which atoms combine to form a compound? ഏതൊക്കെ രണ്ട് വേസിലൂടെയാണ് ആറ്റംസ് കമ്പൈൻ ചെയ്ത കോമ്പൗണ്ട്സ് ആവുന്നത്? ട്രാൻസ്ഫറും അല്ലെങ്കിൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസും അല്ലെ? That is through ionic bond or through covalent bond. Okay, good. Carmel, next question. Third, oxygen has 6 ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചോളൂ. ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ.
ആവുന്നില്ല. ഒന്ന് ട്രൈ ചെയ്തേ. കാശിനാഥ്, Yes, ma'am. തേർഡ് ക്വസ്റ്റ്യൻ വായിച്ചേ. ഓക്സിജൻ ഹാസ് 6 വാലൻസ് ഇലക്ട്രോൺ. Why does it form 2 covalent bond in an oxygen molecule? എന്തുകൊണ്ടാ? ഔട്ടർ മോസ്റ്റിൽ 6 ഇലക്ട്രോൺസ് ഉണ്ട്, പക്ഷെ എന്തിനാ പിന്നെ 2 ഇലക്ട്രോൺസ് ഒക്കെ അവിടെ ബോണ്ട് ഷെയർ ചെയ്യുന്നത്? വൈ? വെറുതെയാണോ? ആണോ? വെറുതെ ഇലക്ട്രോൺസ് അങ്ങനെ ഷെയർ ചെയ്യോ? No, ma'am. ഇല്ല അല്ലേ? പിന്നെ എന്തിനാ ഷെയർ ചെയ്യുന്നത്? എന്തിനാ 2 ഇലക്ട്രോൺസ് ഷെയർ ചെയ്യണേ? കാരണം 2 ഓക്സിജൻ സ്റ്റേബിൾ ആവണം. വളരെ സിമ്പിൾ. രണ്ടുപേർക്കും എന്താവണം? സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യണം അല്ലേ? സോ ടു അറ്റൈൻ സ്റ്റെബിലിറ്റി ഫോർ ബോത്ത് ദി ഓക്സിജൻ ആറ്റംസ്, 2 ഓക്സിജൻ ആറ്റംസിന് എന്ത് അറ്റൈൻ ചെയ്യണം? സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യണം. സോ ഓക്സിജൻ is having 6 valence electron. Why does it form 2 covalent bond in an oxygen molecule? ഓക്സിജൻ മോളിക്യൂൾസ്, കാരണം എന്താ? 2 ഓക്സിജൻ ഉണ്ട്. ഈ ഓക്സിജൻ എത്ര വേണം? 2 ഇലക്ട്രോൺസ് എക്സ്ട്രാ വേണം. സെക്കൻഡ് ഓക്സിജനും 2 ഇലക്ട്രോൺസ് വേണം. രണ്ടുപേർക്കും 2 എണ്ണം വേണം. സോ എന്ത് ചെയ്യും? 2 ഇലക്ട്രോൺസ് വെച്ച് രണ്ടുപേരും അങ്ങോട്ട് ഷെയർ ചെയ്യും. സോ 2 ഇലക്ട്രോൺസ് വെച്ച് രണ്ടുപേരും ഷെയർ ചെയ്യുകയാണെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ബോണ്ട്, എത്ര ബോണ്ട് അവിടെ ഫോം ആവാം? 8 ബോണ്ടാ. 8 ബോണ്ടുള്ള കോമ്പൗണ്ട് ഇതുവരെ കെമിസ്ട്രിയിൽ ഇല്ലാട്ടാ. അതായത് രണ്ടുപേരും കൂടെ 8 ഇലക്ട്രോൺസ് ഷെയറിങ് നടക്കില്ല. ഇവിടെ 2 ഇലക്ട്രോൺസ് വെച്ചിട്ടാണ് രണ്ടുപേരും ഷെയർ ചെയ്യുന്നത്. എത്ര ബോണ്ട് ഫോം ആവും? 2 ബോണ്ട്. 4 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അതിന് ജസ്റ്റ് ഹാഫ് ആയിരിക്കും, 2 ബോണ്ട് ആയിരിക്കും. മനസ്സിലായോ? 8 ഇലക്ട്രോൺസ് ആണെങ്കിൽ 4 ബോണ്ട്. രണ്ടുപേരും 8 ഇലക്ട്രോൺസ് ആണെങ്കിൽ 4 ബോണ്ട്. അങ്ങനെ ആയിരിക്കും. ബോണ്ട് എപ്പോഴും എന്തായിരിക്കും? 1 2 3 4 ഇത്രേ ഉള്ളൂ. കാർബൺ ആണ് 4 ബോണ്ട് ഒക്കെ ഫോം ആവുന്നത്. ഓക്കെ, okay, fine. Fourth question. Shivanandana. Yes. Fourth question വായിച്ച ആൻസർ പറഞ്ഞേ. What is covalent bond? Explain the type of covalent bonds with examples. Covalent bond is transfer of sharing of electrons. What is covalent bond? Covalent bond എന്ന് വെച്ചാൽ bond formed by the sharing of electron അല്ലേ? Explain the types of covalent bond with example. Types of covalent bond എന്ന് വെച്ചാൽ എന്തായിരിക്കും? 1 ഇലക്ട്രോൺ ഫോം. 1 ഇലക്ട്രോൺസ് ആണെങ്കിൽ രണ്ടുപേരും ഓരോ ഇലക്ട്രോൺസ് ആണെങ്കിൽ എവിടെ എന്താണ്? സിംഗിൾ ബോണ്ട് ആയിരിക്കും അല്ലെ? 2 ഇലക്ട്രോൺസ് ആണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? ഡബിൾ ബോണ്ട് എന്ന് പറയും. പിന്നെ 3 ഇലക്ട്രോൺസ് ആണെങ്കിൽ നമ്മൾ അതിന് എന്താ പറയാ? ട്രിപ്പിൾ ബോണ്ട് അല്ലെ? സിമ്പിൾ, അത്രയേ ഉള്ളൂ. അതാണ് ടൈപ്സ് ഓഫ് കോവലന്റ് ബോണ്ട്. സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്. കോട്ടെ? ഓക്കെ, ഫൈൻ. അടുത്ത് നമുക്ക് ആരോട് ചോദിക്കാം? ഗൗരി ലക്ഷ്മി. ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ് ഗൗരി, ഐ കം ടു. ഒരു മിനിറ്റ്. വൈദേഹി. വൈദേഹി. ഫിഫ്ത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ വൈ ഇസ് NaCl അയോണിക് ബോണ്ട്? എന്തുകൊണ്ട് NaCl അയോണിക് ബോണ്ട് ആവുന്നേ? ഫിഫ്ത് ക്വസ്റ്റ്യൻ ആണോ? എന്തുകൊണ്ട്? ഒന്ന് ക്യാമറ ടേൺ ഓൺ ചെയ്ത് വെച്ചേ. എന്തുകൊണ്ട് അയോണിക് ബോണ്ട്? ഞാനൊന്ന് ആലോചിച്ചോട്ടെ. ശരി, ആലോചിച്ച ചാറ്റ് ബോക്സിൽ ഒന്ന് ആൻസർ ഇടണേ. ഓക്കെ, ഇടാം. ഓക്കെ. ഓക്കെ. മിജാബ്. ആമിൽ. മിജാബ്, എനിക്കൊന്നും കേൾക്കുന്നില്ല. സംസാരിക്കുന്നുണ്ടോ വല്ലതും അവിടെ? ഒന്നും ഓഡിബിൾ അല്ലല്ലോ. ഒന്ന് ക്യാമറ ടേൺ ഓൺ വെച്ചേ. യെസ്, നോഹിത്. സോഡിയം ക്ലോറൈഡ് എന്തുകൊണ്ട് അയോണിക് ബോണ്ട് ഫോം ആവുന്നത്? ബൈ അയോണിക് ബോണ്ട് എന്ന് വെച്ചാൽ അവിടെ എന്ത് ഫോം ആവണം? സിമ്പിൾ. അയോണിക് ബോണ്ട് എന്ന് വെച്ചാൽ അവിടെ എന്ത് സംഭവിക്കണം? എന്ത് സംഭവിച്ചാലാണ് അയോണിക് ബോണ്ട് ഫോം ആവുക? ട്രാൻസ്ഫർ. ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ. ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് നടന്നാൽ അവിടെ എന്തൊക്കെ സംഭവിക്കും? അയോൺസ് ഫോം ആവും അല്ലേ? അയോൺസ് ഏതൊക്കെയാവും? അയോൺസ് 2 ടൈപ്സ് ഓഫ് അയോൺസ് ഏതൊക്കെയാ? ആനിയോൺ, കാറ്റിയോൺ. അപ്പൊ എന്തുകൊണ്ട് NaCl അയോണിക് കോമ്പൗണ്ട് ഫോം ആവുന്നത്? കാരണം അവിടെ കാറ്റയോൺസും ആനിയോൺസും ഫോം ആവുന്നത് കൊണ്ട്. കാരണം അവിടെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. മനസ്സിലായോ?
അണ്ടർസ്റ്റുഡ്? സിമ്പിൾ. NaCl. സി ഒന്നും അറിഞ്ഞില്ല വെച്ചാൽ അയോണിക് ബോണ്ട് ആണെന്ന് വെച്ചാൽ എന്തൊക്കെ എഴുതണം? ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് നടക്കുന്നുണ്ട്, കാറ്റയോൺസ് ആനയോൺസ് ഫോം ആവുന്നുണ്ട് എഴുതാം. ഓക്കെ, സിമ്പിൾ ആയിട്ട് എഴുതിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതായിരിക്കും ഇവിടുത്തെ ആൻസർ. Understood? So H2 is covalent compound. Why H2 is a covalent compound? എന്തുകൊണ്ടാണ് ആല? എന്താ മിസ്? Why H2 is a covalent compound? എന്തുകൊണ്ടാ മിസ്? അവിടെ ഷെയറിംഗ് നടക്കുന്ന കാരണം കൊണ്ട്. ഷെയറിംഗ് നടക്കുന്നതുകൊണ്ട് അല്ലേ? ഓക്കെ, H2ന്റെ കോമ്പൗണ്ട്സിനെ എങ്ങനെയാണ് വരയ്ക്കുക? രാജ്യത്തിന്റെ സെന്ററിൽ ന്യൂക്ലിയസ് ഉണ്ടാവും, ഹൈഡ്രജൻ ആണ്, സോ ഒരു ഇലക്ട്രോൺസ് ഉണ്ടാവും, അടുത്തൊരു ന്യൂക്ലിയസ് ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും? ഒരു ഷെല്ലില് ഒരു ഇലക്ട്രോൺസ് കൂടി ഉണ്ടാവും അല്ലെ? സോ എന്ത് സംഭവിക്കും? ഇലക്ട്രോൺസ് ഇങ്ങനെ ഷെയർ ചെയ്യും അല്ലെ? സോ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോഴാണ് H2 മോളിക്യൂൾ ഫോം ആവുന്നത്. സിമ്പിൾ അല്ലേ? യെസ്. ഓക്കെ, വാട്ടർ മോളിക്യൂൾ നമ്മൾ കുറെ നേരം ചെയ്തു അല്ലേ? അത് ചെയ്യണ്ട കേട്ടാ. യെസ്. 7th question. 6th question നമ്മൾ ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്. 2-3 ക്വസ്റ്റ്യൻസ് നമ്മൾ അതേപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ 7th question ചെയ്തേ. 7th കാർമൽ. അൺമ്യൂട്ട് ചെയ്തേ. പറ്റുന്നില്ല? നോ? എന്ത് പറ്റി? ആൻസർ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടോ. ഗൗരി ലക്ഷ്മി. ഗൗരി ലക്ഷ്മി, ഈ 7th question ആൻസർ പറഞ്ഞേ. Why do ionic compound conduct electricity in the molten state but not in the solid state? എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടായിരിക്കണം? സി അയോണിക് കോമ്പൗണ്ട്സ് വെച്ചാൽ അവിടെ എന്തുണ്ട്? അപ്പൊ അവിടെ എന്തുണ്ട്? ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് അവിടെ എന്ത് ഫോം ആവുന്നുണ്ട്? അയോണിക് കോമ്പൗണ്ട്സിൽ എന്ത് ഫോം ആവുന്നുണ്ട്? സിമ്പിൾ, അയോൺസ് ഫോം ആവുന്നുണ്ട് അല്ലേ? അയോൺസ് ഫോം ആവുമ്പോൾ എന്ത് സംഭവിക്കും? ദേ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ ദ മോൾട്ടൺ സ്റ്റേറ്റ്. മോൾട്ടൺ സ്റ്റേറ്റിൽ എന്തുകൊണ്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്? കാരണം അവിടെ അയോൺസ് ഫോം ആവും. സോളിഡ് സ്റ്റേറ്റ് എന്ത് ഫോം ആവില്ല? അയോൺസ് ഫോം ആവില്ല. അയോൺസ് ഫോം ആയില്ല എന്ന് വെച്ചാൽ അയോണിക് കോമ്പൗണ്ട്സ് എന്ത് ചെയ്യില്ല? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. മനസ്സിലായോ? So ionic compounds, they conduct electricity in the molten state. എന്തുകൊണ്ടാണ് molten stateൽ കണ്ടക്ട് ചെയ്യുന്നത്? കാരണം അവിടെ എന്ത് ഫോം ആവും? What is formed over there? Ions formation നടക്കും. പക്ഷെ സോളിഡ് സ്റ്റേറ്റിലാണെങ്കിൽ എന്ത് നടക്കില്ല? അയോൺ ഫോർമേഷൻ നടക്കില്ല. അയോണിക് ഫോർമേഷൻ നടക്കാത്തതുകൊണ്ട് അവിടെ എന്ത് സംഭവിക്കില്ല? ഇലക്ട്രിസിറ്റി കണ്ടക്ടും ചെയ്യില്ല. ഓക്കെ, നെക്സ്റ്റ് 8th question. Name the following covalent compound. ഇവിടെ ഉള്ളതിലെ covalent compound. ഇതൊന്ന് ഹോംവർക്ക് ആയി ചെയ്യട്ടോ എല്ലാവരും. ഓക്കെ, എല്ലാത്തിനെയും സ്ട്രക്ചേഴ്സ് വരയ്ക്കാൻ നോക്കുക. അതിനുശേഷം അവിടെ കോവലന്റ് കോമ്പൗണ്ട് ആണോ അയോണിക് കോമ്പൗണ്ട് ആണോ എന്ന് കണ്ടുപിടിച്ചിട്ട് വരണം കേട്ടോ. ഓക്കെ, 8th question is homework. Done. എല്ലാവരും ക്വസ്റ്റ്യൻ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചേ. നോട്ട് ഡൗൺ ദ ക്വസ്റ്റ്യൻ. SO2 PCl5 N2O3 H2S. എഴുതി കഴിഞ്ഞാ? Yes, okay. അങ്ങനെയാണെങ്കിൽ 9th question. Varsha, 9th question. Why does magnesium form Mg2+ while sodium form Na+ ions? എന്തുകൊണ്ടായിരിക്കും മെഗ്നീഷ്യം എന്തുകൊണ്ടാണ് Mg2+ ആവുന്നത്? രണ്ടും കാറ്റയോൺസ് ആണ്. സോഡിയം Na+, അതും കാറ്റയോണാ. 2+, ഒന്നും Mg2+ ഉണ്ട്, മറ്റേത് Na+ ആവുന്നത്. വൈ? മെഗ്നീഷ്യത്തിന്റെ വാലൻസി എന്തായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, സോഡിയത്തിന്റെ വാലൻസി 1 ആയിരിക്കും. അതുകൊണ്ടാണ് മെഗ്നീഷ്യം 2+ ആവുന്നത്, സോഡിയം Na+ ആവുന്നത്. അണ്ടർസ്റ്റുഡ്? ഓക്കെ, സോ വാലൻസി എത്രയാണോ ആ ചാർജ് ആയിരിക്കും അവിടെ മേലെ ഫോം ആവുക കേട്ടോ. അണ്ടർസ്റ്റുഡ് എവ്രി വൺ? ഈ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. സോ ഇപ്പൊ അണ്ടർസ്റ്റുഡ് മനസ്സിലായി എല്ലാവർക്കും? അതായത് എത്രയാണോ വാലൻസി ആ വാലൻസിന്റെ ചാർജസ് ആയിരിക്കും വരിക. ഓക്കെ, നൈട്രജൻ ആണെങ്കിൽ എങ്ങനെയാ? 3- ആയിരിക്കും വരിക, കാരണം നൈട്രജന്റെ വാലൻസി 3 ആണ്. സോ N3- ആയിരിക്കും വരിക. അങ്ങനെ. അണ്ടർസ്റ്റുഡ്?
എന്തുകൊണ്ടാണ് മെഗ്നീഷ്യം Mg2+ ആണ്? കാരണം മെഗ്നീഷ്യത്തിന്റെ വാലൻസി 2 ആണ്. നോക്കിക്കേ, മെഗ്നീഷ്യം ഔട്ടർ മോസ്റ്റ് എങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരെ 2,8,2 ആണ്. സോ ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 ഇലക്ട്രോൺസ് ഉണ്ട്. അതുകൊണ്ട് എന്ത് ഫോം ആവും? മെഗ്നീഷ്യം 2+ ചാർജ് ഫോം ആവും. സോഡിയം ആണെങ്കിൽ എങ്ങനെയായിരിക്കും? സോഡിയം ആണെങ്കിൽ 2,8,1 ഔട്ടർ മോസ്റ്റ് 1 ആണ്, ബാലൻസി 1 ആണ്. ബാലൻസി 1 ആയതുകൊണ്ട് സോഡിയം Na+ ആയി. ബാലൻസി 2 ആയതുകൊണ്ട് മെഗ്നീഷ്യം 2+ ആയി. അണ്ടർസ്റ്റുഡ്? മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ. 11th question. 10th question നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. 11th question. ഇഷ, എന്നാ ക്യാമറ ടേൺ ഓൺ ചെയ്തേ. മാം you have turned off the camera. Camera turn on ചെയ്ത് വേഗം ആൻസർ പറഞ്ഞേ. ഓക്കെ മാം. ക്വസ്റ്റ്യൻ വായിക്കോ ആദ്യം. മാം ഇറ്റ്സ് ഓക്കെ നോ. ക്യാമറ ഒന്ന് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. 11th question. A chlorine atom gains an electron and becomes C1 minus. Cl minus has the number of protons changed. Protons change ആവുന്നുണ്ടോ? 11th, yeah, yes. No. Why? The number of protons does not change. Why the protons are not changing? Why? എന്തുകൊണ്ടാ? When a chlorine atom become a chloride, icon C1 minus, it only gains an electron. See, why protons are not changing? എന്തുകൊണ്ടാ protons change ആവാത്തെ? Protons ഒരു ആറ്റത്തിന്റെ എവിടെ ഉണ്ടാവുക? Where do you have this proton in an atom? Protons in the where? എവിടെ protons? ആറ്റത്തില് protons എവിടെ കാണുന്നേ? In the center. It's സെന്ററിലുള്ള സാധനത്തെ എന്താ പറയാ? Nucleus. So protons എവിടെ ഉണ്ടാവുക? Nucleus. Nucleusന് ചുറ്റും എന്താ ഉള്ളത്? What do you have? Camera turn on ചെയ്ത്. Don't turn off the camera. Yes. What do you have around the nucleus? Nucleusന് ചുറ്റും എന്താ ഉണ്ടാവുക? That atom. ഒരു ആറ്റത്തിലാണ് ന്യൂക്ലിയസ് അല്ലേ? ന്യൂക്ലിയസിന് ചുറ്റും എന്താ ഉണ്ടാവുന്നേ? മറ്റേ നമ്മുടെ ബോണ്ടുകള്. ബോണ്ടാണ് അവിടെ ഫോം ആവുന്നത്. ഇലക്ട്രോൺസ് ആണ്. പഠിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല. ഇലക്ട്രോൺസ് ആണ് നമുക്ക് അവിടെ ഉണ്ടാവുന്നത് അല്ലെ? ഇലക്ട്രോൺസ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? എപ്പോഴും ബോണ്ട് ഫോർമേഷൻ, അയോൺ ഫോർമേഷൻ എന്ന് വെച്ചാൽ ഇലക്ട്രോൺ ട്രാൻസ്ഫർ മാത്രമേ നടക്കും. ഞാൻ ഇവിടെ എപ്പോഴെങ്കിലും പ്രോട്ടോൺ അല്ലെങ്കിൽ ന്യൂട്രോൺ ട്രാൻസ്ഫർ ഇത്ര നേരം ക്ലാസ്സിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടായില്ല. ഇലക്ട്രോൺസ് ആയിരിക്കും എപ്പോഴും ട്രാൻസ്ഫർ ചെയ്തിട്ട് ബോണ്ട് ഫോർമേഷൻ നടക്കുക. ഓൺലി ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ആർ ടേക്കിംഗ് പ്ലേസ്. ഓക്കെ. 13th one ഒന്ന് ആൻസർ ചെയ്തേ. ഐ വിൽ ലാസ്റ്റ് ടു. നീരജ, അണ്ടർസ്റ്റുഡ്? മനസ്സിലാവുണ്ടോ? ആക്ച്വലി ഇത് വർക്ക്ഔട്ട് സെഷൻ ആയി ഇന്നലത്തെ ക്ലാസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാണ്ടിരിക്കുന്നത്. ഓക്കെ. യെസ്, ഓക്കെ. ശിവനന്ദന ഈസ് വാക്കിംഗ് സംവെയർ. ശരി, നമുക്ക് ആരോട് ചോദിക്കാം അടുത്തത്? റിഷോന, നാഥ. 13th question. Why NH4+ is called as a polyatomic ion while Na+ is not? എന്തുകൊണ്ടാണ് നാഥ? Why? എന്താ polyatomic ion എന്ന് വെച്ചാൽ? Poly means many, atomic atom, കുറേ atoms ഉള്ളതാണ് polyatomic ions അല്ലേ? Yes. അപ്പൊ എന്താ why NH4+ is a polyatomic ion? Why? Because it consists of multiple atoms. ഏതൊക്കെ atoms are there? What can you name the atoms which is present in NH4+ ammonium ions? N എന്താ? What is N? N എന്തായിരുന്നു? നൈട്രജൻ ആണ് അല്ലെ? N എന്താണ്? നൈട്രജൻ ആണ്. H എന്താ? Hydrogen. സോ അവിടെ നൈട്രജനും ഹൈഡ്രജനും കൂടി ഫോം ആവുന്നത് കൊണ്ടാണ് polyatomic ion ആയത് അല്ലെ? രണ്ട് ഡിഫറെന്റ് ആറ്റംസ് ഉണ്ട്. Why Na+ is not? Why Na+ is not a polyatomic ion? Why? രണ്ട് ലെറ്റർ ഒക്കെ ഉണ്ട്, N ഉണ്ട്, A ഉണ്ട്. Why it is not a polyatomic ion? Why? Because it consists of only one atom. ഏതാണ് ആറ്റം?
ഏതാണ് ആറ്റം? Na ഏതാണ് ആറ്റം? Na എന്ന് വെച്ചാൽ എന്താ? വാട്ട് ഇസ് Na? 1 minute, ma'am. NaCl. What is Na? Nitrogen. നൈട്രജൻ N അല്ലേ? Na Oh, എന്താ? sorry. വേറൊന്നായിരുന്നു. എന്തായിരുന്നു? ടേബിൾ സോൾട്ടിലൊക്കെ എന്താ ഉള്ളേ? ടേബിൾ സോൾട്ട്. സോഡിയം. എന്താണ് Na? Sodium. സോഡിയത്തിനെ നമ്മൾ Na വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ഓക്കെ, ഫൈൻ. യെസ്, ഓക്കെ. 14th ക്വസ്റ്റ്യൻ എല്ലാവരും വരച്ചേ. ക്വിക്ക്. നൈട്രജൻ മോളിക്യൂൾ എല്ലാവരും വരച്ചേ. എല്ലാവർക്കും ക്യാമറയിലൂടെ എനിക്കൊന്ന് കാണിച്ചു വരച്ച ശേഷം. വരച്ചു കഴിഞ്ഞ ശേഷം ഹാൻഡ് റൈസ് വെക്കാം. ഞാൻ ക്യാമറയിലൂടെ നോക്കാം. എല്ലാവരും വേഗം ചെയ്തേ. ക്വിക്ക് എല്ലാവരും ട്ടാ. നോട്ട് എടുക്കുന്നു. N2 മോളിക്യൂൾ, നൈട്രജൻ മോളിക്യൂൾ വരയ്ക്കുന്നു. കഴിഞ്ഞ യു ഹാവ് ടു ഷോ മീ ത്രൂ ദ ക്യാമറ. കാശിനാഥ്, ഒരു ഡ്രോയിങ് ഓവർ there വരയ്ക്കുന്നുണ്ടാ? നീരജ് ഒന്ന് വരയ്ക്കാൻ ട്രൈ ചെയ്തേ. ഫിയോണ, ഐ cannot see you over there, ഫിയോണ. ശിവനന്ദൻ, ഐ cannot see your face. ശിവനന്ദൻ, ഐ can see the fan. ജേക്കബ് വരയ്ക്കുന്നുണ്ടോ? ജേക്കബ് കഴിഞ്ഞോ? See, nitrogen is having 5 valence electron. Nitrogen outermost shell എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 5 ഇലക്ട്രോൺസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നൈട്രജന്റെ സ്ട്രക്ചർ, 2 നൈട്രജൻ ആറ്റംസ് ജോയിൻ ചെയ്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്? യു ആർ ഗെറ്റിംഗ് എൻ N2 മോളിക്യൂൾ അല്ലെ? ഇത് N2 മോളിക്യൂൾ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും സ്ട്രക്ചർ ഉണ്ടാവുക? കഴിഞ്ഞ ക്യാമറയിലൂടെ ഒന്ന് കാണിച്ചെന്നേ. രണ്ട് നൈട്രജൻ ആറ്റം ഉണ്ട്. സോ എത്ര ഇലക്ട്രോൺസ് അവർ ഷെയർ ചെയ്യണം? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉള്ളൂ? 1 2 3 3 ഇലക്ട്രോൺസ് ഉള്ളൂ രണ്ടുപേർക്കും അല്ലെ? അല്ല, 5 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ? രണ്ടുപേർക്കും 5 ഇലക്ട്രോൺസ് ഉണ്ട്. സോ എത്ര ഇലക്ട്രോൺസ് കൂടി വേണം? 3 ഇലക്ട്രോൺസും കൂടി വേണം. സോ എന്ത് ചെയ്യും? 3 ഇലക്ട്രോൺസ് വെച്ച് ഇങ്ങനെ ഷെയർ ചെയ്യും അല്ലെ? 3 ഇലക്ട്രോൺസ് വെച്ച് ഇങ്ങനെ നൈട്രജൻ എന്ത് ചെയ്യും? ഷെയർ ചെയ്യും. നോക്കിക്കേ. സോ ഫസ്റ്റ് നൈട്രജൻ 1 2 3 4 5 6 7 8. ഫസ്റ്റ് നൈട്രജൻ 8 ആയി. സെക്കൻഡ് നൈട്രജൻ എത്രയും നോക്കിക്കേ. 1 2 3 4 5 6 7 8. 8 ഇലക്ട്രോൺസ് ആയി. സോ രണ്ടുപേരും എത്ര ഇലക്ട്രോൺസ് വെച്ച് ഷെയർ ചെയ്യുന്നുണ്ട്? 3 ഇലക്ട്രോൺസ്. 3 ഇലക്ട്രോൺസ് വെച്ച് ഷെയർ ചെയ്യുകയാണെങ്കിൽ ജേക്കബ്, അവിടെ ബോണ്ട് എങ്ങനെയായിരിക്കും ജേക്കബ്? ഒരുമിച്ചായിരിക്കും. ഒരുമിച്ചായിരിക്കണമല്ലോ അല്ലേ? എത്ര ബോണ്ട് ഉണ്ടാവും അവിടെ? 3 ഇലക്ട്രോൺ പെയേഴ്സ് ആണ്. രണ്ടുപേരും 3 ഇലക്ട്രോൺസ് വെച്ച് ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഇലക്ട്രോണും ഈ ഒരു ഇലക്ട്രോൺ തമ്മിലൊരു ബോണ്ട്, ഇതും തമ്മിലൊരു ബോണ്ട്, ഇതും തമ്മിലൊരു ബോണ്ട്. അപ്പൊ എത്ര ബോണ്ട് ഉണ്ട് അവിടെ ജേക്കബ്? നമ്മുടെ എത്ര ബോണ്ട് ഫോം ആയി ഇപ്പോ? 3. അപ്പൊ നമ്മൾ എന്താ പറയാ? ട്രിപ്പിൾ ബോണ്ട്. ഇവിടെ അയോണിക് ബോണ്ട് ആണോ കോവലന്റ് ബോണ്ട് ആണോ ഫോം ആവുന്നത്? വാട്ട് ഈസ് അയോണിക് ബോണ്ട്? ഇനി അടുത്തത് എച്ച് ഇമ്പോസിഷൻ. എന്താണ് അയോണിക് ബോണ്ട്? ട്രാൻസ്ഫർ ഓഫ് വൺ ഓർ മോർ. ഇവിടെ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ആവുന്നുണ്ടോ? ഒരാൾക്ക് കൊടുക്കുന്നുണ്ട്. അയോൺസ് ഫോർമേഷൻ നടക്കുന്നുണ്ട്. പ്ലസും മൈനസ് ഒക്കെ ഫോം ആവുന്നുണ്ടോ? ഇല്ല. പിന്നെ ഇവിടെ എന്താ നടക്കുന്നുള്ളൂ? ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസിൽ നടക്കുന്നുള്ളൂ. ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് വെച്ചാൽ എന്ത് ടൈപ്പ് ഓഫ് ബോണ്ട് ആണ്? കോവാലന്റ് ബോണ്ട് അല്ലേ? യെസ്, ഓക്കെ, ഫൈൻ. യെസ്, എല്ലാരും 15th ക്വസ്റ്റ്യൻ വരച്ചേ. യെസ് വൈദേഹി, കഴിഞ്ഞതാണോ? വരച്ച് കാണിച്ചു തരും. ബാക്ക്ഗ്രൗണ്ട് മാറ്റിയാലേ എനിക്ക് കാണുള്ളൂ. ഐ തിങ്ക് സോ. ഐ കനോട്ട് സി. ബാക്ക്ഗ്രൗണ്ട് മാറ്റിയാലേ എനിക്ക് കാണുള്ളൂ. ഇറ്റ്സ് ഓക്കെ, ഫൈൻ. യെസ്, ഇതുപോലെയാണോ കിട്ടിയേ? എല്ലാവരും ഒരു 15th ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്തേ. എല്ലാരും 15th ക്വസ്റ്റ്യൻ ചെയ്യാം. അതിനുശേഷം എനിക്ക് എന്ത് കാണിച്ചു തരാം? ക്യാമറ ടേൺ ഓൺ ചെയ്തിട്ട് എനിക്ക് കാണിച്ചു തരണം. എല്ലാവരും വരച്ചേ. ക്വിക്ക്.
എല്ലാരും ക്യാമറ ടേൺ ഓൺ ചെയ്ത് വെച്ചേ, എവ്രി വൺ. കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ, ഏത് വർഷം ഒന്ന് കാണിച്ചെന്നേ വർഷം. ഒന്ന് താഴേക്ക്, ഒന്നുകൂടെ താഴത്തേക്ക് വെക്കൂ. എനിക്കൊന്നും കാണുന്നില്ല. ഐ തിങ്ക് ബാക്ക് സൈഡ് ബ്ലർ ആക്കിയതുകൊണ്ടായിരിക്കുന്നത് തോന്നുന്നു. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കിയത് കൊണ്ടായിരിക്കാം. റഷാന, സ്റ്റിൽ ഐ കനോട്ട് സീ. നോ വർഷ. ശരി, കുഴപ്പമില്ല, വരച്ചില്ലോ അല്ലേ, നമുക്കിപ്പോ വരച്ച് നോക്കാം. ശരിയാണോ നോക്കിയാൽ മതി. ഓക്കെ, F2 ഫ്ലൂറിൻ എത്ര ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുന്നുണ്ട്? ആകെ ഒരു ഇലക്ട്രോൺസ് അല്ലേ അതിന് ചുറ്റും എഴുതിയിട്ടുള്ളൂ. ആണോ? സി, ഒരു ആറ്റം മാത്രമല്ല അവിടെ ഷെയറിങ് നടക്കുന്നുള്ളൂ. ഒന്ന് നോക്കിക്കേ, നേരെ നോക്കിക്കേ. ഒരു ആറ്റത്തിന്റെ അവിടെ മാത്രം ഒരു ഇലക്ട്രോൺ മാത്രമേ ഇതിൽ ഒരു ആറ്റം മാത്രം ഷെയറിങ് നടത്തുവോ? ഇല്ല, രണ്ടുപേരും ഷെയർ ചെയ്യണ്ടേ? ഒന്ന് നോക്കിക്കേ. ആ ആ രണ്ടുപേരും ഈക്വലി ഷെയർ ചെയ്യണമല്ലോ അല്ലേ? വരച്ചു കഴിഞ്ഞ ബാക്കി ആരും വരച്ചു കഴിഞ്ഞിട്ടില്ല. ആമേലൊന്ന് കാണിച്ചെന്നേ ശിവനന്ദന. യെസ്, ഓക്കെ. യെസ് ആമിൽ, യെസ്, കണ്ടു. ശരി, യെസ് റഷോന. ഇപ്പൊ കറക്റ്റ് ആയി. കറക്റ്റ് ആണ്. യെസ്. സോ ഇവിടെ നോക്കിക്കേ, എന്താ സംഭവിക്കുന്നത്? ഒരു ഫ്ലൂറിൻ ആറ്റം ഉണ്ട്, അടുത്തൊരു ഫ്ലൂറിൻ ആറ്റം ഉണ്ട് അല്ലെ? ഫ്ലൂറിൻ അറ്റോമിക് നമ്പർ എന്താണ്? 9 ആണ്. സോ ഔട്ട് നോക്കിക്കേ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,7 ആയിരിക്കും. ഔട്ടർ മോസ്റ്റ് ഷെൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 1 2 3 4 5 6 7. ഒരു ഇലക്ട്രോൺ. 1 2 3 4 5 6 7 ഇലക്ട്രോൺസ് വന്നു. എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഷെയർ ചെയ്യും, അടുത്തൊരു ഇലക്ട്രോൺസ് ഇങ്ങനെ ഷെയർ ചെയ്യും അല്ലെ? സോ ഇവിടെ നോക്കിക്കേ, ഒരു ബോണ്ട്, അടുത്തൊരു ബോണ്ട്. സോ ഇങ്ങനെ ബോണ്ട് ആയിട്ട് എന്ത് ഫോം ആയി? ഇവിടെ ഇവിടെ ഇലക്ട്രോൺസ് ഷെയർ ചെയ്തു അല്ലെ? നമുക്ക് എന്ത് കിട്ടും? രണ്ടുപേരും ഓരോരോ ഇലക്ട്രോൺസ് ഷെയർ ചെയ്തിട്ട് ഫ്ലൂറിൻ FF ബോണ്ട് കിട്ടും അല്ലേ? ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നലെ പഠിച്ച കാര്യം. ഓക്കെ, മനസ്സിലായ? ബോണ്ട് വരയ്ക്കേണ്ട കാര്യം ഇമ്പോർട്ടന്റ് ആണ്, അറിഞ്ഞിരിക്കണം. ഓക്കെ ആണോ? ഡൗട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്റെ അടുത്ത്? എനിബഡി? എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഡൗട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എനിബഡി യു ഹാവ് ടു ആസ്ക് എനിത്തിങ്. ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ് നമുക്ക് എൻഡ് ചെയ്യാം. ഓക്കെ, ഡൺ. യെസ് ഋഷോന, ചോദിച്ചോളൂ. യു ക്യാൻ ജസ്റ്റ് അൺമ്യൂട്ട് ആൻഡ് യു ക്യാൻ ആസ്ക്. ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വെച്ചാൽ ലീവ് ചെയ്തോളൂ കേട്ടോ. ഡൗട്ട് ഇല്ലാത്തവർക്ക് ലീവ് ചെയ്യാം. ഓക്കെ, ദെൻ ഗുഡ് നൈറ്റ്. ഡൗട്ട് ഉള്ളവർക്ക് എന്നോട് ചോദിച്ചോളൂ. യു ക്യാൻ സ്റ്റേ ബാക്ക് ആൻഡ് യു ക്യാൻ ആസ്ക്. യെസ് ഋഷോന, പറയൂ. കോവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞുതരൂ. കോവാലന്റ് ബോണ്ട് എന്ന് വെച്ചാൽ, അതായത് ഇപ്പൊ ഫ്ലൂറിൻ രണ്ടെണ്ണം എടുത്തില്ലേ അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? രണ്ട് ഫ്ലൂറിൻ ആയിട്ട് എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും ഇലക്ട്രോൺസ് ഷെയർ ചെയ്യും. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞില്ല, ഇലക്ട്രോൺസ് ഷെയർ ചെയ്തിട്ട് ഫോം ആവുന്ന ബോണ്ടിനെയാണ് കോവാലന്റ് ബോണ്ട് എന്ന് പറയുക. ഓക്കെ, ഇപ്പൊ നമ്മൾ ഫ്ലൂറിന്റെ സ്ട്രക്ചർ വരച്ചില്ലേ? ഫ്ലൂറിൻ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ എന്ത് സംഭവിച്ചു? ഒരു ഇലക്ട്രോൺസ് ഫ്ലൂറിൻ അടുത്ത ഫ്ലൂറിൻ എന്ത് ചെയ്തു? ആയിട്ട് ഷെയർ ചെയ്തു. അങ്ങനെ ഷെയർ ചെയ്തിട്ട് ഫോം ആവുന്ന ബോണ്ടിനെയാണ് നമ്മൾ എന്ത് പറയാ? കോവാലന്റ് ബോണ്ട് എന്ന് പറയുക. അണ്ടർസ്റ്റുഡ്? ഓക്കെ, വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. Then bye everyone, good night.